السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ കോടമ്പുഴ ലൈവ് ആയതുകൊണ്ട് ഇന്നലത്തെ ദർസ് നടന്നില്ല. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ലൈവൊന്നും ഇപ്പോഴില്ല. ഇൻഷാ അല്ലാഹ് വൈകുന്നേരം ചിലപ്പോൾ ഉണ്ടാവും. ഏതായാലും ഒക്കെ ഖൈർ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നാഫിയായ ഇൽമ് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആലൂരാജിയൊക്കെ ഉണ്ട്. കീശേരി നാട്ടിൽ പോയതാണ്. കീശേരി നാട്ടിലായാലും സൗകര്യമൊക്കെ വന്നാൽ കുറച്ച് ദിവസം കൊണ്ടൊക്കെ ഏതാണ്ട് സമയങ്ങളിൽ സൗകര്യം പെടുമ്പോ ഒക്കെ ട്രെയിനിൽ വരും. എന്നാലും ഇവിടെ പള്ളിക്കലിരിക്കും പോലെ വീട്ടിലിരിക്കാൻ കഴിയില്ല. തന്നെയല്ല, വീട്ടിന്റെ പണികളൊക്കെ കുറച്ചുകൂടി പൂർത്തിയാക്കാൻ ബാക്കിയുണ്ട് എന്നും പറഞ്ഞിരുന്നു. അപ്പൊ ആ ഷോലിൽ കുറെയൊക്കെ അന്ന് പോകും. അപ്പൊ വേറുള്ള ആളുകൾ ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരത്തിന്റെ 14 ഫർളുകളുടെ കൂട്ടത്തിൽ 7 നമ്മൾ ഓതി കഴിഞ്ഞു. ഇനി 8ാമത്തെ ഫർള് മുതൽക്കുള്ളതാണ് നമുക്ക് ഓതാനുള്ളത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وبه نستعين. وثامنها, നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ നിന്ന് 8ാമത്തേത്, ഫർളായ കാര്യങ്ങളിൽ നിന്ന് 8ാമത്തേത്, ജുലൂസുൻ ബൈനഹുമാ ഐ അസ്സജദത്തൈനി, 2 സുജൂദുകൾക്ക് ഇടയിൽ ഇരിക്കലാണ് 8ാമത്തെ ഫർള്. സുജൂദുകളെ സംബന്ധിച്ച് പറഞ്ഞു. ഇനി സുജൂദിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് 1ാമത്തെ സുജൂദ് കഴിഞ്ഞിട്ട് 2ാം സുജൂദിന്റെ മുമ്പായിട്ടുള്ള ഇരുത്തമാണ് 8ാമത്തെ ഫർള്. ഇങ്ങനെ ഒരു ഇരുത്തം ഫർളാണ്. ഫർള് നിസ്കാരത്തിൽ ഏതായാലും ഫർളാണെന്ന് മാത്രമല്ല, വലൗഫി നഫ്ലിൻ, സുന്നത്ത് നിസ്കാരമാണ് നിർവഹിക്കുന്നത് എങ്കിലും 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ഫർള് തന്നെയാണ്. അലൽ മുഅ്തമദി, ഷാഫി മദ്ഹബിലെ ബലപ്പെട്ട അഭിപ്രായം മുഅ്തമദ് അനുസരിച്ച് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും ഇടയിൽ ഇരുത്തം ഫർള് തന്നെ. മുമ്പ് ഇഅ്തിദാലിന്റെ അവിടെയും ഈ അഭിപ്രായം പറഞ്ഞിരുന്നു. അതായത് ഷാഫി മദ്ഹബിലെ ഏതാനും ചില അസ്ഹാബിന് സുന്നത്ത് നിസ്കാരത്തിൽ ഇഅ്തിദാലും ഇടയിലെ ഇരുത്തവും നിർബന്ധമില്ല, സുന്നത്തേ ഉള്ളൂ എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ മദ്ഹബിൽ മുഅ്തമദായ പ്രബലമായ അഭിപ്രായം അങ്ങനെയല്ല. നിസ്കാരം ഫർളായിരിക്കട്ടെ സുന്നത്താവട്ടെ, ഏതായിരുന്നാലും ഇഅ്തിദാല് ഫർള് തന്നെയാണ് എന്നതുപോലെ സുജൂദുകൾക്ക് ഇടയിലെ ഇരുത്തവും ഫർള് തന്നെയാണ്. ഇതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായം. ഇനി റുക്കൂഇന്റെ അവിടെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വയജിബു, നിർബന്ധമാണ്, അല്ലാ യഖ്സുദ, കരുതാതിരിക്കൽ, ബിറഫ്ഇഹി, സുജൂദിൽ നിന്നുള്ള ഉയർച്ച കൊണ്ട് കരുതാതിരിക്കൽ, വൈറഹു, ഈ ഇരുത്തം അല്ലാത്ത മറ്റൊന്നിനെ. ഇരുത്തം പ്രത്യേകം കരുതിക്കൊള്ളണം എന്നില്ല. അത് കാരണം എന്താ, നിസ്കാരത്തിന് വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ
ആ നിസ്കാരത്തിന്റെ എല്ലാ ഫർളുകളും സുന്നത്തുകളും അതിൽ ഉൾക്കൊള്ളും മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് ഓരോന്നും പ്രത്യേകം പ്രത്യേകം നിയ്യത്ത് ചെയ്യൽ നിർബന്ധമില്ല. ഉദാഹരണം, റുക്കൂ പോകുമ്പോ ഞാൻ റുക്കൂ ചെയ്യാണ്, ഇത്തിദാലിലേക്ക് പോകുമ്പോ ഞാൻ ഇത്തിദാൽ ചെയ്യുകയാണ്, സുജൂദിലേക്ക് പോകുമ്പോൾ ഞാൻ സുജൂദിലേക്ക് പോവുകയാണ് എന്ന് പ്രത്യേകം പ്രത്യേകം കരുതിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഈ ചെയ്യുന്നതല്ലാത്ത മറ്റൊരാവശ്യം കരുതിക്കൊണ്ടാവരുത്, അത് നിർബന്ധം. അതായത് ഇതിനെ തൊട്ട് തിരിച്ചു കളയുന്ന വേറൊരു കരുത്ത് ഉണ്ടാവരുത്. അത് തന്നെ ഇപ്പൊ എവിടെയും പറയുന്നത്. അപ്പൊ ഞാൻ ഉദാഹരണം, അപ്പോ ഈ ഇടയിലെ ഇരുത്തത്തിലേക്ക് ഒന്നാം സുജൂദ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഈ ഇരുത്തമല്ലാത്ത മറ്റൊരു ഉദ്ദേശം കരുതിക്കൊണ്ടായാൽ അത് മതിയാവില്ല ഉയർച്ച എന്ന് പറയുമ്പോൾ അപ്പൊ അതിന്റെ വിശദീകരണം, അഥവാ ഫലൂ റഫഅ, ഒരാൾ തന്റെ തല ഉയർത്തി, സുജൂദിൽ നിന്നിട്ടും തല ഉയർത്തി. എന്തിനാണ് തല ഉയർത്തിയത്? ഫസഅൻ. രണ്ട് വായന അവിടെ പറ്റുമെങ്കിലും ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറഞ്ഞ അവിടെ ഫത്ത് കൊണ്ട് വായിച്ചോളാം സാഹിബ് എന്നാണ് ആലൂരെ. ഫസഅൻ എന്ന് പറഞ്ഞ പേടിച്ചതിന് വേണ്ടി. അപ്പോ മഫ്ഊല് ലഹു ആയിട്ട് പേടിച്ചതിന് വേണ്ടി തല ഉയർത്തിയാൽ, അതായത് അതിന് വേണ്ടിയിട്ടാണ് ഉയർത്തിയത് അർത്ഥം, വേറെ ഉദ്ദേശിച്ചിട്ടല്ല. എന്തിനെ പേടിച്ചിട്ട്? മിൻ നഹ്വി ലസ്അ അഖറബിൻ, തേള് പാമ്പ് പോലെയുള്ളതിന്റെ കടി പേടിച്ചിട്ട്, ആ പേടിച്ചതിന് വേണ്ടിയിട്ട് ഉയർന്നു. ഞാൻ അതല്ല, എന്തോ ഒരു വസ്തു, അതിപ്പോ ഇനി ഒരു പല്ലി ആയാലും വേണ്ടിയില്ല, പെട്ടെന്ന് സുജൂദിന്റെ ഇടയിൽ എന്തോ ഒന്ന് പാഞ്ഞു വരുന്നുണ്ട്, അതിന് പേടിച്ചിട്ട് എടുത്താൽ ഓക്കെ. അപ്പൊ അവിടെ ആ ഉയർച്ച പേടിച്ചതിന് വേണ്ടിയിട്ടുള്ള ഉയർച്ച, എന്തിനു വേണ്ടിയിട്ടല്ല, ഈ ഇടയിൽ ഇരുത്തത്തിന് വേണ്ടിയിട്ടല്ല. എന്നാൽ പിന്നെ ആയത സുജൂദിനെ തന്നെ മറക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ പേടിച്ചിട്ട് തല പൊക്കിയതാണെങ്കിൽ, സുജൂദാണെങ്കിൽ പറഞ്ഞേക്ക് തുമനീനത്ത് കിട്ടി പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഈ ഇരുത്തം മതിയാവോ? അതുപോരാ. പിന്നെന്ത് വേണം? സുജൂദിലേക്ക് തന്നെ മടങ്ങണം. സുജൂദിലേക്ക് തന്നെ മടങ്ങിയിട്ട് പിന്നെ ഈ ഇടയിൽ ഇരുത്തത്തിന് വേണ്ടിയിട്ട് ഉയരണം എന്നാണ്. അതിന്റെ കാരണം പേടിച്ചിട്ട് ഉയരുന്ന, പേടിച്ചതിന് വേണ്ടിയിട്ടാ ഉയർന്നത്, എന്തിനു വേണ്ടിയിട്ടല്ല, ഇടയിലിരുത്തത്തിന് വേണ്ടിയിട്ടല്ല. അപ്പൊ മറ്റൊരു ഉദ്ദേശത്തിന് വേണ്ടി ഉയർന്നതാണെങ്കിൽ അത് പരിഗണിക്കില്ല എന്ന് പറയുമ്പോ പിന്നെ എന്ത് വേണം? സുജൂദിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഉയരുണ്ടല്ലോ. എന്നിട്ട് പിന്നെ എന്തു പോകാ? രണ്ടാമത് ഇരുത്തത്തിലേക്ക് വരികയാണ് വേണ്ട. എന്നാൽ ഇങ്ങനെ ഇടയിലെ ഇരുത്തം ഇരിക്കുമ്പോൾ സ്വാഭാവികമായും സുജൂദിൽ 7 1 8 അവയവം നിലത്ത് വെക്കണമല്ലോ. 7 അവയവം ഫർളായിട്ടും മൂക്ക് സുന്നത്തായിട്ടും നിലത്ത് വെക്കണം. സുജൂദിൽ നിന്നിട്ട് ഉയരുമ്പോൾ ഇടയിലിരുത്തത്തിലേക്ക് വരുമ്പോ കൈ നിലത്തുനിന്ന് ഉയർത്തേണ്ടതുണ്ടോ? സുന്നത്താണ്, നിർബന്ധമില്ല. അതാ പറയണത്. വലാ യദുറു, നിസ്കാരം സഹിയാവുന്നതിന് കുഴപ്പമില്ല. ഇദാമത്തു വദഇ യദൈഹി, തന്റെ 2 കൈന്റെ വെപ്പ് ദായിമാക്കൽ, സ്ഥിരമാക്കൽ. അലൽ ഭൂമിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ കൈ നെറ്റി മൂക്കും നിലത്ത് വെച്ച്, കാലിന്റെ മുട്ടും വെച്ചു, കാലിന്റെ വിരലുകളുടെ പള്ളിയും വെച്ചു, 2 ഉള്ളം കൈയും വെച്ചല്ലോ. ഇടയിലിരുത്തകത്തേക്ക് വന്നപ്പോ ബാക്കിയൊക്കെ ഉയർന്നെങ്കിലും എന്തുയർന്നില്ല, കൈ അവിടെ തന്നെ വെച്ചു. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. ഏതുവരെ അവിടെ തന്നെ വെച്ചു? ഇദാമത്ത് ഇല സജദത്തി സാനിയത്തി, 2ാമത്തെ സുജൂദ് വരെ കൈ അവിടെ തന്നെ വെച്ചു ദായിമായിട്ട്. എന്ന് പറഞ്ഞാൽ കൈ എടുത്തിട്ട് എവിടെ വെക്കണം? അതിന് പറയും, 2 കാലിന്റെ തുടയുടെ മേല് കാൽമുട്ടുകളുടെ സമീപത്തായി വെക്കണം. അതാണ് സുന്നത്ത്. ഒരാളത് ചെയ്തില്ല. ഈ സുജൂദിന്റെ സമയത്ത് നിലത്ത് കുത്തിയ കൈ നിലത്ത് തന്നെ നിർത്തി, എന്നാൽ അത് നിസ്കാരം ബാത്തിലാവൊന്നും ഇല്ല. അതുകൊണ്ട് ഇത്തിഫാഖൻ ഷാഫി മദ്ഹബിലെ അസ്ഹാബിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ആ വിഷയത്തിൽ. അസ്ഹാബിന് ആ വിഷയത്തിൽ ഒരേ അഭിപ്രായം. അതുകൊണ്ട് സുജൂദ് ബാത്തിലാവൂല, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവൂല എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് പുണ്യപ്പെട്ടതാണെന്നുള്ള അർത്ഥത്തിനല്ല. ഖിലാഫൻ ലിമൻ,
ചില ഇമാമിയങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് അസാബ് അല്ലാത്തതിന്റെ ശേഷമുള്ള ഇമാമിയങ്ങൾക്ക്. എങ്ങനത്തെ ചിലരാണ് വഹിമ ഫിഹി, ഇങ്ങനെ ഈ സുജൂദിൽ സുജൂദ് കഴിഞ്ഞ് ഇടയിലേക്ക് വന്നപ്പോ കൈ നിലത്ത് തന്നെ ദായിമാക്കുന്നതിൽ വററുണ്ട്, നിസ്കാരം ബാത്തിലായി പോവും എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകൾക്ക് അത്രയേ ഉള്ളൂ. അത് വഹ്മാണ്, തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ അസ്ഹാബിന് അങ്ങനെ അഭിപ്രായമില്ല എന്നർത്ഥം. എന്നാ അത് പുണ്യപ്പെട്ട അമലാണെന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. കൈ രണ്ടും എടുത്തിട്ട് കാലിന്റെ തുടയുടെ മേൽ വെക്കണം എന്ന് ഇനി സുന്നത്തിൽ പറയും. അപ്പൊ അത് ഒഴിവാക്കിയാൽ സുന്നത്ത് നഷ്ടപ്പെടും, അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും എന്ന് ചില ആളുകൾ ധരിച്ചു പോയത് ശരിയല്ല. നിസ്കാരം ബാത്തിലാവൊന്നുമില്ല, ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി വേറെ ഇതിലുള്ള സുന്നത്തുകളൊക്കെ ഇനി പറയട്ടോ. ഫർദ് പറഞ്ഞിട്ടേ ഉള്ളൂ, ഇനി സുന്നത്തുകൾ ഇടയിലിരുത്തത്തിൽ എന്തൊക്കെയെന്നുള്ളത് പറയും. ഇനി കൂട്ടത്തിൽ ഒരു കാര്യം ഉണർത്താണ്. വലായുത്തവ്വിലുഹു, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തെ ദീർഘിപ്പിക്കരുത്. വലാ ഏത്തിദാലൻ, ഏത്തിദാലിനെയും ദീർഘിപ്പിക്കരുത്. അപ്പോ റുക്കൂ കഴിഞ്ഞിട്ട് ഏത്തിദാലിലേക്ക് പോയാൽ ആ ഏത്തിദാലിൽ സുന്നത്താക്കപ്പെട്ട ദിക്റിനേക്കാൾ കൂടുതലായി നീട്ടാൻ പാടില്ല. അതുപോലെ തന്നെ സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിൽ സുന്നത്താക്കപ്പെട്ട ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ കഴിഞ്ഞിട്ട് കൂടുതലായിട്ട് ദീർഘിപ്പിക്കാൻ പാടില്ല. ബാക്കിയുള്ളവർക്കൊക്കെ എത്രയും ദീർഘിപ്പിക്കാം, അങ്ങനെ ഇവിടെ പാടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നൃത്തം ഒരാൾക്ക് എത്ര വേണമെങ്കിലും ദീർഘിപ്പിക്കാം, റുക്കൂവിനെ എത്ര വേണമെങ്കിലും ദീർഘിപ്പിക്കാം, സുജൂദിനെ എത്ര വേണമെങ്കിലും ദീർഘിപ്പിക്കാം. പക്ഷെ അങ്ങനെ അമിതമായിട്ട് എത്തിദാലിനെയും ഇടയിലിരുത്തത്തിനെയും ദീർഘിപ്പിച്ചുകൂടാ. എന്താ കാരണം? ലി അന്നഹുമ, കാരണം ഈ ഇടയിലിരുത്തവും എത്തിദാലും വയറു മഖ്സൂദൈനി ലിദാതിഹിമ, അത് സ്വന്തം നിലക്ക് ഉദ്ദേശിക്കപ്പെട്ട ഫർളല്ല. സ്വന്തം നിലക്ക് ഉദ്ദേശിക്കപ്പെട്ട ഫർളാണ് റുക്വ, സുജൂദ്, അത്തയ്യാത്തിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം, നൃത്തം എന്നിവ നേരിട്ട് അടിസ്ഥാനപരമായി തന്നെ ഉദ്ദേശിക്കപ്പെട്ട ഫർളുകളാണ്. ഇത് രണ്ടും അങ്ങനെയല്ല. ഇത്തിദാല് എന്ന നിലക്കോ ഇടയിലിരുത്തം എന്ന നിലക്കോ സ്വന്തമായി ഉദ്ദേശിക്കപ്പെടുന്നതല്ല. പിന്നെ ബൽശുരിയ, ഇത്തിദാലിനെയും ഇടയിലിരുത്തത്തെയും ഷറയിൽ നിയമമാക്കപ്പെട്ടത് ലിൽ ഫസ്ലി, വേർതിരിവിന് വേണ്ടിയിട്ടാണ്. അതായത് റുക്കുവിന്റെയും സുജൂദിലേക്ക് പോകുന്നതിന്റെയും ഇടയിൽ ഒരു വേർതിരിവ് വേണം. ഒന്നാമത്തെ സുജൂദിന്റെയും രണ്ടാമത്തെ സുജൂദിന്റെയും ഇടയിൽ ഒരു വേർതിരിവ് വേണം. ഇങ്ങനെ രണ്ടിന്റെയും ഇടയിൽ ഒന്ന് വേർതിരിച്ച് ഫസ്ലാക്കാൻ വേണ്ടിയിട്ട് ആണ് എത്തിദാലും ഇടയിലിരുത്തും ഇസ്ലാമിൽ നിയമമാക്കപ്പെട്ടത്. റുക്കൂ പോലെയോ ഖിയാമ് പോലെയോ സുജൂദ് പോലെയോ അടിസ്ഥാനപരമായി കൽപ്പിക്കപ്പെട്ട കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇടക്ക് ഒരു വേർതിരിവ് കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് അത് വല്ലാതെ ദീർഘിപ്പിക്കേണ്ടതില്ല എന്ന്. ഫകാന, അപ്പോ ഫസ്ലിന് വേണ്ടി മാത്രം ഷറയിൽ നിയമമാക്കപ്പെട്ടതാണ്, സ്വന്തത്തിൽ ഉദ്ദേശിക്കപ്പെട്ടതല്ല എന്നതുകൊണ്ട് ഈ ഇടയിലെഴുത്തവും എത്തിദാലുമായി തീർന്നു. കസീറയും, ദീർഘം കുറഞ്ഞ ഫർളുകളായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ദീർഘിപ്പിച്ചുകൂടാ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ദീർഘിപ്പിച്ചാലോ? ഫഇൻ തവ്വല, ഒരാള് ദീർഘിപ്പിച്ചാൽ അഹദഹുമ, ഈ രണ്ടിലൊന്നിനെ, അഥവാ എത്തിദാലിനെയോ ഇടയിലെ എഴുത്തത്തെയോ ദീർഘിപ്പിച്ചു. എത്ര ദീർഘിപ്പിച്ചു? ഫൗഖ ദിക്രിഹി, അവിടെ ഉള്ള ദിക്റിനേക്കാൾ, അൽ മശ്റൂഇ ഫീഹി, അതിൽ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട, അതായത് എത്തിദാലിൽ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട ദിക്റിനേക്കാൾ, ഇടയിലെ എഴുത്തത്തിൽ കൽപ്പിക്കപ്പെട്ട ദിക്റിനേക്കാൾ, ഈ രണ്ടും കൽപ്പിക്കപ്പെട്ട എന്ന് പറയുമ്പോൾ സുന്നത്തായ കൽപ്പന. എത്തിദാലിൽ ചൊല്ലാൻ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട ദിക്റുകളെ കാട്ടിൽ ഇടയിലെ ഇരുത്തത്തിൽ ചെല്ലാൻ കൽപ്പിക്കപ്പെട്ട സുന്നത്തായ ദിക്റിനേക്കാൾ, അപ്പൊ തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ ആ തസ്ബീഹ് അവിടെ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട ദിക്റാണ്. അങ്ങനെ
അതത് സ്ഥലങ്ങളിൽ ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട സുന്നത്തായ ദിക്റുകളെക്കാൾ ദീർഘിപ്പിച്ചു. എത്ര ദീർഘിപ്പിച്ചു? ഖദറൽ ഫാത്തിഹത്തി, ഈ സുന്നത്തായ ദിക്റിന്റെ പരിധിയേക്കാൾ ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമാവുന്ന അത്രയും സമയം ദീർഘിപ്പിച്ചു. എവിടെ? ഫിൽ ഇഅ്തിദാലി, ഇഅ്തിദാലിന്റെ അവിടെ സുന്നത്താക്കപ്പെട്ട ദിക്റുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമാവുന്ന അത്ര സമയം നീട്ടുകയോ, അതല്ലെങ്കിൽ അഖല്ല് തശഹുദ്, അത്തയ്യാത്തിൽ നിന്നൊരു ചുരുങ്ങിയ രൂപം ഇനി പറയുന്നുണ്ട്. അത്തയ്യാത്തിന്റെ ചുരുങ്ങിയ രൂപം ഇടയിലിരുത്തത്തിൽ സുന്നത്താക്കപ്പെട്ട ദിക്റുകളെക്കാൾ ചുരുങ്ങിയ അത്തയ്യാത്ത് ഓതാൻ ആവശ്യമാവുന്ന സമയമോ നീട്ടിയാൽ ഫിൽ ജുലൂസി. എങ്ങനെ നീട്ടി? ആമിദൻ, മനഃപൂർവ്വം തന്നെയാണ് നീട്ടിയത്. സുന്നത്തായ ദിക്ർ കഴിഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമായ സമയം ഇഅ്തിദാലിൽ, സുന്നത്തായ ദിക്ർ കഴിഞ്ഞിട്ട് ഒരു ചുരുങ്ങിയ അത്തഹിയാത്ത് ഓതാൻ ആവശ്യമായ സമയം ഇടയിലെ ഇരുത്തത്തിൽ മനഃപൂർവ്വം നീട്ടി. ആലിമൻ, അങ്ങനെ നീട്ടൽ ഹറാമാണെന്ന് അറിഞ്ഞവനായിക്കൊണ്ട്. അപ്പൊ നീട്ടൽ ഹറാമാണെന്ന് അവനെ അറിയും ചെയ്യാ. എന്നിട്ട് അബദ്ധത്തിലോ മറന്നുകൊണ്ടോ ഓർമ്മയില്ലാതെ ഒന്നും അല്ല, മനഃപൂർവ്വം തന്നെ നീട്ടുകയും ചെയ്താൽ ബത്വലത്ത് സ്വലാത്തുഹു, നിസ്കാരം ബാത്തിലായി പോകും എന്ന് ആണ് ഈ നീട്ടരുത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇടയിലിരുത്തവും ഇഅ്തിദാലും ദീർഘം കുറഞ്ഞ ഫർളാണ് എന്ന് പറയുമ്പോ അതാത് സ്ഥലങ്ങളിൽ സുന്നത്താക്കപ്പെട്ട ദിക്റുകളെക്കാൾ ഒരു ഫാത്തിഹ ഓതാൻ ആവശ്യമായ അത്ര, അതല്ലെങ്കിൽ ചുരുങ്ങി അത്തയ്യാത്ത് ഓതാൻ ആവശ്യമായ അത്ര സമയം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നീട്ടിയാൽ നിസ്കാരം ബാത്തിലാകും. അപ്പൊ മറന്നുകൊണ്ടോ അറിയാതെയോ സംഭവിച്ചാലോ സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ടാവും. ആട്ടെ, ഇനി വസുന്ന ഫീഹി ഐ അൽ ജുലൂസി ബൈന സജദത്തൈനി, രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ സുന്നത്താക്കപ്പെടും. മാത്രമല്ല ഫീ തശഹുദിൻ അവ്വല, ആദ്യത്തെ അത്തഹിയാത്തിലും സുന്നത്താക്കപ്പെടും. വജൽസത്തിൽ ഇസ്തിറാഹത്തി, ഇനി പറയുന്നുണ്ട് ഒന്നാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞാൽ നേരിട്ട് നൃത്തത്തിലേക്ക് പോകുന്നതിന് പകരം ചെറിയ ഒരു ഇരുത്തം അവിടെ ഇരിക്കൽ സുന്നത്തുണ്ട് എന്ന്. അതിനാണ് ഇപ്പൊ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്ന് പറയുന്നത്. ആ ഇരുത്തത്തിലും സുന്നത്താക്കപ്പെടും. അപ്പൊ 3 സ്ഥലത്ത് സുജൂദിന്റെ ഇടയിൽ ഇരുത്തം, ആദ്യത്തെ തഹിയാത്തിന് വേണ്ടിയുള്ള ഇരുത്തം, ഇസ്തിറാഹത്തിന് വേണ്ടിയുള്ള ഇരുത്തം. ഇതിൽ 3ലും വക്കദ, അതുപോലെ തന്നെ ഫീ തശഹുദിൻ അഖീരിൻ, അവസാനത്തെ തഹിയാത്തിലും സുന്നത്താക്കപ്പെടും. പക്ഷെ അത് എപ്പോഴും അല്ല. എപ്പോ? ഇൻ തഅഖബഹു, ഈ ഒടുവിലത്തയത്തിന്റെ ശേഷം വരുന്നുണ്ടെങ്കിൽ സുജൂദ് സഹ്വിൻ, സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ടായി കരുതിന്, സഹ്വിന്റെ സുജൂദ് ചെയ്യണം എന്ന് ഉദ്ദേശമുണ്ട്, അതിന്റെ കാരണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഒടുവിലത്തയ്യാത്തിന്റെ ഇരുത്തത്തിലും സുന്നത്താക്കപ്പെടും. എന്ത് സുന്നത്താക്കപ്പെടും? ഇഫ്തിറാഷുൻ, ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കൽ. അപ്പോ ഒടൂലത്തഹിയാത്ത് ഇനി പറയും തവറുക്കിന്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അതിപ്പോ എപ്പോഴേ ഉള്ളൂ എന്നായി. പിന്നെ ലാസ്റ്റ് സേവിന്റെ സുജൂദ് സുന്നത്തില്ലാത്ത, അല്ലെങ്കിൽ സുന്നത്തുണ്ടെങ്കിലും അവൻ ചെയ്യാൻ ഉദ്ദേശമില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കാവൂ. സേവിന്റെ സുജൂദിന്റെ കാരണം ഉണ്ടായിട്ടുണ്ട്, സുജൂദ് ചെയ്യണം അവന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒടൂലത്തയ്യാത്തിന്റെ ഇരുത്തത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത്. ആദ്യത്തെ തഹിയാത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത്. സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലും അങ്ങനെ തന്നെ, അതുപോലെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലും അങ്ങനെ തന്നെ. ഈ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇനി എന്താണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറയുന്നത്? ഈ വ്യക്തി ഇരിക്കുക, അതിന്റെ രൂപ പറയണേ. ഇരിക്കൽ കൊണ്ട് എങ്ങനെ ഇരിക്കുക? അലാ കഅബി യുസ്റാഹു, ഇടത് കാലിന്റെ മടമ്പിന്റെ മേൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറം ഭാഗത്ത്, ഉൾഭാഗത്ത് കാരണം ബിഹൈസു യലി ലഹ്റുഹ, ഈ ഇടത് കാലിന്റെ പുറം ഭാഗം അടുക്കുന്ന നിലക്ക്, അല്ലർള ഭൂമിയോട് എന്ന് പറഞ്ഞാൽ ഇടത്തെ കാലിനെ പുറം നിലത്ത് പരത്തി വെച്ചിട്ട് ആ ഇടത് കാലിന്റെ മടമ്പിന്മേൽ ഇരിക്കുക. വാളിഅൻ കഫൈഹി, അത്രേ ഉള്ളൂ.
ബാക്കി പിന്നെ നിങ്ങൾ കൂട്ടിക്കൊടുക്കുക. പണ്ട് നമ്മൾ ഓതിയപ്പം പറഞ്ഞു, ഇവിടെ ഹുലാസയിലൊക്കെ പറഞ്ഞു, ഇവിടെ ഉണ്ട് ഭാഷക്കാര് പറഞ്ഞിട്ട്, വലത്തെ കാലിന്റെ വിരലുകളുടെ പള്ള നിലത്തൂന്നി വിരലുകളുടെ പള്ള കിബിലയിലേക്ക് മുന്നിടുന്ന നിലക്ക് വലത് കാലിനെ നാട്ടി നിർത്തുകയും ചെയ്യുക. അത് ഇനി ഫത്വയിൽ മുഈനിൽ പറയാത്തത് കൊണ്ടാണോ, ചില ഉസ്താദന്മാര് ഉൾപ്പെടെ ഇടയിലത്തയ്യാത്തിരിക്കുകയോ സുജൂദിന്റെ ഇടയിൽ ഇരിക്കുകയോ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കുകയോ എന്നല്ല, ഒടുവിലത്തയ്യാത്തിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വിരലുകളുടെ വലത് കാലിന്റെ വിരലുകളുടെ പുറം നിരത്ത് വെച്ചിട്ട് വിരലുകളുടെ തല കിബിലക്ക് എതിർ ദിശയിലേക്കാക്കിയിരിക്കുന്നത് കാണാം. അത് ശരിയല്ല. മനസ്സിലായോ? ഉസ്താദന്മാരുൾപ്പെടെ അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല. മറിച്ച് എന്തു വേണം? വലത് കാലിന്റെ വിരലുകളുടെ പള്ള നിലത്ത് വെച്ച് വലത് കാൽ നാട്ടി നിർത്തി വിരലുകളുടെ പള്ള കിബിലയിലേക്ക് മുന്നിടുന്ന നിലക്ക് വലത് കാൽ വെക്കുക. ഇടത് കാലിനെ അതിന്റെ പുറം നിലത്ത് വിരിച്ച് അതിന്റെ മടമ്പിൽ അഥവാ ഉൾഭാഗത്തായിട്ട് ഇരിക്കുക. ഇത് എന്നിട്ടോ വാളിഅൻ കഫൈഹി, രണ്ട് ഉള്ളം കൈയിനെ വെച്ചവനായിട്ട്, അലാ ഫഖ്ദൈഹി, രണ്ട് തൊടന്റെ മേൽ. നമ്മളെ ചില ആളുകളൊക്കെ മുട്ടുമ്മലല്ല വെക്കേണ്ടത്. മുട്ടുമ്മൽ വെച്ചാൽ എന്താവും? വിരലുകളുടെ തലപ്പുകളൊക്കെ ഭൂമിന്റെ അടിയിലേക്കാ മുന്നിടുക. മറിച്ച് വിരലുകളുടെ തലകളെല്ലാം കിബില കൊള്ള കിട്ടുന്ന നിലക്ക് വെക്കണം. അതിന് വെക്കേണ്ടത് എവിടെയാണ്? തൊടയുടെ മേലാണ് വെക്കേണ്ടത്. എന്നാ തൊടയുടെ മേലിൽ അറിയാം ചിലവർ കൊണ്ടുപോയിട്ട് കേട്ട് അവന്റെ പള്ളന്റെ അടുത്താക്കിയിട്ട് വെക്കും. അങ്ങനെയല്ല. പണ്ടൊരാള് പറഞ്ഞേക്ക് ഒന്നിരിക്കൽ കുരിക്കള നെഞ്ഞത്ത് അല്ലെങ്കിൽ കളരിന്റെ പുറത്ത് പറഞ്ഞില്ലേ, അതാ നമ്മളെ ആൾക്കാരുടെ സ്വഭാവം. ചിലവര് വെക്കണ കണ്ട അങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഓരോ രണ്ട് പള്ളമ്മക്ക് കണ്ടിട്ട് അടുത്തിട്ട് തൊടന്റെ മുരട്ടുകൊണ്ടോ നിൽക്കും. വേറെ ചിലർ കൊണ്ടുപോയിട്ട് എന്ത് വെക്കും? മുട്ടും കാലുമേൽ വെക്കും. അപ്പൊ വിരലിന്റെ തലയൊക്കെ കീപ്പിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഇത് രണ്ടും അല്ല. തൊടമ്മൽ വെക്കുക. എവിടെ വെക്കണം? ഖരീബൻ റുക്ബത്തൈഹി, രണ്ട് കാൽമുട്ടുകളുടെ സമീപത്തായിട്ടാണ് വെക്കേണ്ടത്. ഏത് നിലക്ക് സമീപത്ത്? ബിഹൈസു തുബ്സാമിതുഹുമാ, രണ്ട് കാൽമുട്ടിനോട് നേരിടുന്ന നിലക്ക് വെക്കണം. എന്ത്? റൂസുൽ അസാബി, വിരലുകളുടെ തല. വിരലുകളുടെ തല കാൽമുട്ടിനോട് നേരിടുന്ന നിലക്ക് തൊടയുടെ മേലാണ് വെക്കേണ്ടത്. അപ്പൊ തൊടന്റെ താഴെ തലക്കല് മുട്ടിനോട് അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് തന്നെ എങ്ങനെ വേണം? നാശിറൻ അസാബിയഹു, വിരലുകൾ നിവർത്തി വെക്കണം. മടക്കിയല്ല വെക്കേണ്ടത്. അതുപോലെ തന്നെ അടുപ്പിച്ച് വെക്കും വേണം, അകറ്റിയല്ല. കാരണം അകറ്റി വെച്ചാൽ ചില വിരലുകളുടെ തല കിബിലയിൽ നിന്നിട്ട് തെറ്റിപ്പോവും. എല്ലാ വിരലുകളുടെയും തല കിബിലയിലേക്ക് കിട്ടുന്ന നിലക്ക് വിരലുകൾ പരസ്പരം അടുപ്പിച്ച് നിവർത്തി വെച്ച് വിരലുകളുടെ തലകളൊക്കെ കിബില കൊള്ളയാവുന്ന നിലക്ക് രണ്ട് കാലിന്റെ തുടയുടെ മുരട്ട് താഴെ തലക്കല് മുട്ടിൻ കാലിനോട് അടുപ്പിച്ച് വെക്കണം. അതാണ് പൂർണ്ണമായ ഇരുത്തത്തിന്റെ രൂപം. ഇവിടെ നേരത്തെ പറഞ്ഞ ഇങ്ങനെ കൈ വെക്കാതെ ഒരാൾ നിലത്ത് തന്നെ കൈ കുത്തി വെച്ചാലോ നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. അവിടെ പറഞ്ഞ മുതിർ ബാത്തിലാവോ ഇല്ലേ എന്നുള്ള തർക്കാണ്. ഈ സുന്നത്ത് പോകുന്നുള്ള തർക്കമില്ല. കൈ നിലത്ത് കുത്തിയിട്ട് തൊടമ്പലേക്ക് വെക്കാതെന്നാൽ സുന്നത്ത് നഷ്ടപ്പെടും. പക്ഷെ നിസ്കാരം ബാത്തിലാവൊന്നുമില്ല. സുന്നത്താണെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ കോലത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കണം. കായിരൻ പറയുന്നവനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ പറയൽ സുന്നത്താണ് എന്നർത്ഥം. എന്ത് പറയണം? റബ്ബി ഔഫിർലി ഇലാഖിരിഹി, റബ്ബി ഔഫിർലി എന്ന് തുടങ്ങുന്ന ദിക്റ് ആ ദുആ അവസാനം വരെ പറയണം. അതെല്ലാവർക്കും കിട്ടുന്നുള്ളത് കൊണ്ടാണ് മത്തിനിൽ അത്ര പറഞ്ഞേ. എനിക്ക് കിട്ടാത്ത ഏതെങ്കിലും സാധുക്കൾ ഉണ്ടെങ്കിൽ ഓർക്കും കൂടി മനസ്സിലായിക്കോട്ടെ എന്നുള്ള നിലക്ക് ശറയിൽ പറയാണ്. തത്തിമ്മത്തുഹു, ആ ദുആഇന്റെ പൂർത്തീകരണം ഇങ്ങനെയാണ്. റബ്ബി ഔഫിർലി, രക്ഷിതാവേ നീ എനിക്ക് പുറത്തു തരേണമേ, വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണമേ, വജ്ബുർനി, എന്റെ എല്ലാ പോരായ്മകളും വീഴ്ചകളും നീ പരിഹരിച്ചു തരേണമേ, വർഫഅനി, എന്റെ സ്ഥാനത്തെ നീ ഉന്നതിപ്പെടുത്തി ഉയർത്തിത്തരേണമേ, വർസുഖ്നി, ഹലാലായ മാർഗത്തിൽ എനിക്ക് നീ റിസ്ക് തരേണമേ, വഹ്ദിനി,
എന്നെ നീ ഹിദായത്തിന്റെ നേർവഴിയിലാക്കി തരണമേ. വആഫിനി, ദുന്യാവിലും ആഖിറത്തിലും എനിക്ക് നീ സുഖം തരണമേ എന്നതുവരെയാണ് പ്രസിദ്ധമായത്. അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞ ചില റിവായത്തുകളൊക്കെ ഉണ്ട്, എങ്കിലും പ്രസിദ്ധമായത് അത്ര വരെ ഉള്ളതാണ്. അതെ, ഇമാം മൊസാരി തങ്ങൾ അതിന്റെ പുറമെ വാഫു അന്നി എന്നും കൂടിയുണ്ട്. വാഫിനിക്ക് തന്നെ കിട്ടുക അർത്ഥം. അതിന്റെ പുറമെ വാഫു അന്നി, എന്നിൽ നിന്നിട്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ എനിക്ക് നീ അഫു ചെയ്തു തരികയും ചെയ്യണമേ എന്ന്. നല്ല ഔടി വേണമെങ്കിൽ കൂട്ടിക്കൊടുക്ക, കുഴപ്പമൊന്നുമില്ല. അവിടെ പ്രത്യേക ഇമാം ആയിക്കോളണമെന്നില്ല. സാധാരണ അല്ല, ഇമാമായാലും അല്ലാത്തവർക്കൊക്കെ പറ്റും. അത് തന്നെയല്ല ഇമാം മുത്തവല്ലിന്റെ അവിടെ റബ്ബി ഹബിലി ഖൽബൻ തഖിയ്യൻ നഖിയ്യൻ മിന ശിർക്കി ബരിയൻ ലാ കാഫിറൻ വലാ ശഖിയ്യ എന്നുകൂടി കൂട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാമ് പിന്നെ അത്രയും നീട്ടണ്ട, നമ്മൾ ചുരുക്കി പറയാ. വഅഫിനി വഅഫു അന്നി എന്ന് കൂട്ടാ, അതിന് പ്രത്യേകിച്ച് ചേർന്നില്ലല്ലോ. വഅഫിനി വഅഫു അന്നി, വഅഫിനി എന്ന് പറഞ്ഞാൽ എനിക്ക് നീ സുഖം തരയണമേ, സൗഖ്യം നൽകണമേ എന്ന് പറഞ്ഞാൽ ദുന്യാവിലും ആഖിറത്തിലും സന്തോഷകരമായത് മാത്രം തരികയും ദുഃഖകരവും വിഷമകരവുമായതിനെ അകറ്റിത്തരുകയും ചെയ്യണമേ എന്നാണ് ആഫിയത്തിന്റെ അർത്ഥം. ആഫിയത്തിൽ പെടാത്ത ഒരു ഖൈറും ഇല്ലാന്ന, എല്ലാ ഷർറ് ദുന്യാവിലും ദീനിലും ആഖിറത്തിലുള്ള എല്ലാ ഷർറിനെയും അകറ്റി ദീനിലും ദുന്യാവിലും ആഖിറത്തിലുള്ള എല്ലാ ഖൈറും ഉൾക്കൊള്ളുന്ന ഒരു ആമായ അർത്ഥമാണ് ആഫിനി, എനിക്ക് നീ സൗഖ്യം നൽകണമേ. സൗഖ്യം എന്ന് പറയണമെങ്കിൽ ദുഃഖകരം വിഷമകരം പ്രയാസകരമായതൊക്കെ മാറ്റുകയും സന്തോഷകരം ആനന്ദകരം സൗഖ്യകരമായതിനെ തരുകയും വേണം. അത് ദുന്യാവിലും ആഖിറത്തിലും പെടും. വലിയ അർത്ഥമുള്ള. ഇനി അതിന്റെ പുറമെ ഒസാലിമാമ് പറഞ്ഞ വാഫു അന്നി എന്ന് കൂടി കൂട്ടിയാൽ നന്ന്, എന്നിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അഫു ചെയ്ത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുകയും ചെയ്യണമേ. ഇനി അതിന്റെ പുറമെ വയുകരിറു യഗ്ഫിർലി, തുടക്കത്തിൽ പറഞ്ഞ റബ്ബി ഗ്ഫിർലി എന്നതുണ്ടല്ലോ, ആ റബ്ബി ഗ്ഫിർലി എന്നതിനെ 3 പ്രാവശ്യം ആവർത്തിച്ച് പറയലും സുന്നത്തുണ്ട്. അപ്പൊ എന്താക്ക, യുക്റഹു അല്ലാലൂരെ ആകെ കുഴങ്ങി പൊടുത്തം വിടും. യുക്റഹു അല്ല, നിങ്ങളയിലുള്ള യുക്റഹു എന്നാണില്ലേ, അടിച്ച് പൊളിച്ച് യുക്കരിറു നാക്കി കളി, അടിഞ്ഞാൽ ആകെ കുഴങ്ങും. ആവർത്തിച്ച് പറയണമെന്നാ. ഏത് യഗ്ഫിർലി എന്നതിനെ ആവർത്തിച്ച് പറയണം. എത്ര വട്ടം? സലാസൻ, 3 വട്ടം ആവർത്തിച്ച് പറയണോ. കിതാബിൽ അച്ചടിയില് അച്ചടി പിശാജ് എന്ന് പറഞ്ഞിട്ടൊരു പിശാജ് ഉണ്ടല്ലോ, ആ പിശാജ് പരക്കണ്ടതില് ഞാനും തന്നെ അത് നോക്കിയപ്പോ ആകെ വസർത്ത് പഠിച്ചോനെ, ഒരു കിതാബിലും പറഞ്ഞിട്ടില്ലല്ലോ കറാഹത്തിന്റെ വർത്താനം. റബ്ബി ഗ്ഫിർലി എന്ന് 3 വട്ടം പറഞ്ഞ കറാഹത്ത് എവിടുന്ന് വരുന്ന കറാഹത്താണ്? അവസാനം കോയങ്ങാൻ എവിടെയും ബാക്കിയില്ല. തൊയ്ഫ നോക്കി, നിയായ നോക്കി, മോഹിനി നോക്കി, മുജൈരിമി നോക്കി, എവിടെയില്ല. ഞാൻ കരുതി റബ്ബെ തമ്പുരാൻ ഈ കിതാബിൽ എവിടെയും പറയാതെ എവിടെ അപ്പൊ മഹദൂമ് തങ്ങൾക്ക് ഈ കറാത്ത് ഏത് ഭാഗത്തുനിന്ന് കിട്ടിയതാണ്. അവസാനം അതാ തെർഷിയാറിന്റെ 10 മിനിറ്റ് എടുത്ത് നോക്കുമ്പോ ഒരു കുഴപ്പമില്ല, യുക്കരിറു എന്നാണ് മടക്കി അപ്പൊ എല്ലാരും പറഞ്ഞതാണ്. അപ്പൊ അത് അച്ചടി കയറിയ പിശാജാണ്. ആ പിശാജിനെ ആട്ടുക. യുക്റഹു അല്ല, യുക്കരിറു ആണ്. അതെ, ഇനി അപ്പൊ ഒരു റക്അത്ത് ഇപ്പൊ പൂർത്തിയായി ഏകദേശം. കാരണം സുജൂദ് 2 കൂടി ഒന്നിച്ചു പറഞ്ഞു, പിന്നെ ഇടയിൽ ഇരുത്തും പറഞ്ഞപ്പോ ഒരു റക്അത്ത് പൂർത്തിയായല്ലോ. ഇനി എന്നാൽ 2ാം റക്അത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് 1ാം റക്അത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടക്ക് ഒരു സുന്നത്തുണ്ട്. അത് 1ാം റക്അത്ത് പെട്ടതും അല്ല, 2ാം റക്അത്ത് പെട്ടതും അല്ല. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതാ പറയുന്നത്. സുന്നത്താക്കപ്പെടും ജൽസത്തു ഇസ്തിറാഹത്തിൻ, ഇസ്തിറാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരുത്തം. ഇസ്തിറാഹത്തിന് വേണ്ടിയുള്ള ഒരു ഇരുത്തം. ഇസ്തിറാഹത്ത് പറഞ്ഞാൽ റാഹത്തിലേക്ക് തന്നെ, ചെറിയ വിഷയമല്ല അത്. നമ്മളെ വിഷയം സാധാരണ ദീനിൽ കിതാബുകളിൽ മാത്രം പറഞ്ഞു പോലാണ്. അതിനെ പറ്റിയൊക്കെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞ ഒരു പാട് പറയാനുണ്ട്. സുജൂദ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ശീർഷാസനം എന്ന് പറയും. ശീർഷാസനം എന്ന് പറയുമ്പോൾ തടി കീഴ്മേലായി മറിയാം. അപ്പോ നമ്മളുടെ അരക്കെട്ട് ഭാഗം തലഭാഗത്തിനേക്കാൾ വളരെ ഉയർന്നു നിന്ന് തല താഴ്ന്നു നിൽക്കുമ്പോൾ ശക്തിയായ രക്തപ്രവാഹം ഉണ്ടാവും തലച്ചോറിലേക്ക്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറയുന്നില്ല. ഈ ശക്തിയായ രക്തപ്രവാഹം ഉണ്ടായി ആ സമയത്ത് സുജൂദിൽ നിന്നിട്ട് എഴുന്നേറ്റ് ഒറ്റ നൃത്തത്തിലേക്കാണ് പോയാൽ ചിലപ്പോൾ തലകറക്കം ഉൾപ്പെടെ
ഉണ്ടാവാൻ സാധ്യത വരും. തലകറക്കത്തിൽ ചെറിയ തോതിൽ ചിലപ്പോൾ എന്ത് വരും? ബോധക്കേട് വരും. സെക്കൻഡ് സമയമൊക്കെ ഉണ്ടാവുള്ളൂ പറഞ്ഞിട്ട്, പക്ഷെ വുദു മുറിയാൻ അത് മതി. അപ്പൊ ഈ കണ്ണിരിട്ടടക്കുക, തലകറക്കം പോലത്തെ ആഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല നിലക്ക് സുജൂദ് ചെയ്ത് പെട്ടെന്ന് നൃത്തത്തിലേക്ക് കൊണ്ട് പോകുമ്പോൾ അപ്പൊ ഒന്ന് തല ഉയർത്തി ശാന്തമായി ഒന്ന് ഇരിക്കുക. ആ ഇരുത്തത്തിൽ ശരീരത്തിന്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് കൊണ്ട് വരും. അപ്പൊ രക്തഓട്ടം സാധാരണ ക്രമത്തിലായി. അതിനുശേഷം സാവകാശം എഴുന്നേൽക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കേണ്ടത്. നേരെ പോകുമ്പോൾ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഇതിലുണ്ട്. അതുകൊണ്ടല്ല നമ്മൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കുന്നത്. അത് വെറുതെ മനസ്സിലാക്കുക. ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ തെളിവ്. പക്ഷെ ഇതിന്റെ എങ്ങനെ ഒരു യുക്തി അതിന്റെ ഉള്ളിലുണ്ട് എന്നർത്ഥം. എത്ര സമയം വരെ ഇരിക്കുക? ബിഖദ്രിൽ ജുലൂസി ബൈന സജദത്തൈനി, രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കുന്ന അത്രയും സമയം ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ അത്ര സമയം ഇരിക്കാം. ഏറിയാൽ നേരത്തെ പറഞ്ഞേക്ക് പ്രത്യേക ദിക്ർ അവിടെ ഇല്ലെങ്കിലും ഇടയിലെ ഇരുത്തത്തിൽ പ്രത്യേകം ദിക്റുകൾ സുന്നത്തുള്ള ആ ഇരുത്തം എത്ര സമയം നീട്ടിയോ അത്ര സമയം വരെ നീട്ടാം. ബിദാത്ത് മഖ്സൂദ് അല്ലാത്തത് കൊണ്ട് അനിശ്ചിതമായി നീട്ടുന്നത് നല്ലതല്ല. എന്നാൽ അല്പസമയം നീണ്ടു എന്നതുകൊണ്ട് ഇരുത്തത്തിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ ആവശ്യമായ അത്ര സമയം കിട്ടണം. എന്നാലേ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിന്റെ സുന്നത്ത് കിട്ടും. എന്താ കാരണം? ലിൽ ഇത്തിബാഇ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും അത്തഹിയ്യാത്ത് ഇല്ലാത്ത റക്അത്തുകളിൽ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നേരിട്ട് നൃത്തത്തിലേക്ക് പോവാറുണ്ടായിരുന്നില്ല. മറിച്ച് ഒരു ഇരുത്തം ഇരുന്ന് ആ ഇരുത്തത്തിൽ നിന്ന് പിന്നീട് കൈ രണ്ടും നിലത്ത് ഊന്നി എന്നിട്ട് നൃത്തത്തിലേക്ക് പോവാറായിരുന്നു പതിവ്. അത് ചില ആളുകളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു സുന്നത്തിന്റെ കൂലി പോവും. തന്നെയല്ല, ആരോഗ്യപരമായിട്ട് വളരെ നല്ലതാണ് അല്പമൊന്ന് ഇരുന്ന് അതിന് ശേഷം കൈ രണ്ടും നന്നായി നിലത്ത് കുത്തി സാവകാശം എഴുന്നേൽക്കുക. നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്, നല്ല പറക്കുന്ന യുവാവാണ്. എന്നാലും അങ്ങനെ കൈ നിലത്ത് ഊന്നി സാവകാശം എഴുന്നേൽക്കലാണ് സുന്നത്ത്. കാരണം ശരീരത്തിന്റെ പൂർവസ്ഥിതിയിലേക്ക് ക്രമേണ തിരിച്ചു വരുമ്പോൾ ആരോഗ്യപരമായി അതിന് വലിയ ഗുണമുണ്ട്. പെട്ടെന്നൊരാഘാതം ശരീരത്തിന് വരാതിരിക്കാൻ അത് സഹായകമാണ്. എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് എന്തും ചെയ്യാൻ നിൽക്കണ്ട, ചിലപ്പോൾ അത് സൈഡ് എഫക്റ്റ് വരുത്തി എന്ന് വരും. അതുകൊണ്ട് നിസ്കാരം പൂർണ്ണമായും ആരോഗ്യത്തിനും ദീനിനും ഒരുപോലെ ഗുണകരമാണ്. ആ ഗുണകരമാകണമെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് പാലിച്ചു കൊണ്ടാവണം എന്ന് ചുരുക്കം. ഇവിടെയും തന്നെ വലൗഫി നഫ്ലിൻ, സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ പോലും രണ്ടാം സുജൂദ് കഴിഞ്ഞാൽ നൃത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇരിക്കൽ സുന്നത്ത് തന്നെ. മാത്രവുമല്ല വഇൻ തറക്കൽ ഇമാമു, ഇമാമ് എന്തോ കാരണവശാൽ സുജൂദ് ഈ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഉപേക്ഷിച്ചിട്ടുണ്ട്, എന്നാലും മൗമൂമിന് ഇരിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ഇമാമ് ചെയ്യാത്ത കാര്യങ്ങൾ മൗമൂമ് ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ ചോദ്യമുണ്ട്. അതിന് പറയാ തീരെ ചെയ്യാൻ പറ്റുകയല്ല. ഇമാമുമായി യോജിക്കാതിരിക്കൽ പ്രകടമായി വൈകല്യം തോന്നുന്ന തരത്തിലുള്ള ദീർഘമായ കാര്യങ്ങൾ ഇമാമിനോട് യോജിക്കണം. ഇമാമ് ചെയ്താലേ ചെയ്യാവൂ, ഇമാം ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കണം. എന്നാൽ ഇത്തരം ഇസ്തിറാഹത്തിന് ഇരുത്തം പോലെയുള്ള ലഘുവായ സുന്നത്തുകൾ അത് ഇമാമ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യാം. കാരണം അതിന് പ്രകടമായ വൈകല്യം, വ്യത്യാസം തോന്നാൻ മാത്രമില്ലാത്തത് കൊണ്ട് ഇമാമ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും മൗമൂമിന് ചെയ്യാം. പക്ഷേ അവിടെ ഖിലാഫല്ലി ഷെയ്ഖിന എന്ന് പറയുന്നു. ഷെയ്ഖുനക്ക് എവിടെയാണ് ഫത്വൽ ജവാബ് തഖല്ലുഫുൽ മൗമൂമി ദിയാജലിഹ എന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്നത്
ഇമാം ഉപേക്ഷിച്ചാൽ പിന്നെ മഅ്മൂം ഇരിക്കാൻ പാടില്ല. പക്ഷേ അതല്ല മുഅ്തമദ്. ശൈഖുന പറഞ്ഞതാണ് എഴുതിയിട്ട് എല്ലാം ആമന്നാ സല്ലംനാ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ശൈഖുനെ ആയാലും അള്ളാഹുവിന്റെ റസൂലൊന്നും അല്ലല്ലോ, ചിലപ്പോൾ ഖത്ത് വരാമല്ലോ എന്ന നിലക്ക് അവിടെ മറ്റ് ഇമാമിയങ്ങൾ പറഞ്ഞ അതാണ് മുഅ്തമദ്. കാരണം കറാഹത്ത് വരണമെങ്കിൽ അല്ലെങ്കിൽ ബാത്തിലാണെങ്കിൽ എന്ത് വേണം? മുഖാലഫത്ത് ഫാഹിഷത്താവണം. മുഖാലഫത്ത് ഫാഹിഷത്ത് എന്ന് പറയുമ്പോ ദീർഘമായ വ്യത്യാസമുണ്ടെങ്കിൽ മുഖാലഫത്ത് ഫാഹിഷത്ത് വരൂ. ഇവിടെ വളരെ ലഘുവായതായത് കൊണ്ട് മുഖാലഫത്ത് ഫാഹിഷത്ത് വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ കറാഹത്ത് വരില്ല എന്ന് തന്നെയാണ് മുഅ്തമദ്. ആട്ടെ, അപ്പൊ ഇമാമ് ഇരുന്നാലും ഇരുന്നിട്ടില്ലെങ്കിലും മഅ്മൂമിന് സുന്നത്താണ്. ഇമാമിനും മഅ്മൂമിനും ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കും സുന്നത്താണ്. ഫർളിലാണെങ്കിലും സുന്നത്തിലാണെങ്കിലും സുന്നത്താണ്. ഒന്നാം റക്അത്തിലെ അതുപോലെ തന്നെ മൂന്നാം റക്അത്തിലെ രണ്ടാം സുജൂദ് കഴിഞ്ഞ് നേരിട്ട് നൃത്തത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ലഘുവായ ഒരു ഇരുത്തം ഇരിക്കുക. പക്ഷേ അവിടെ എന്ത് വേണമെന്നില്ല, പ്രത്യേകം ദിക്റുകളൊന്നുമില്ല. എന്നാൽ പിന്നെ എന്തു ചെയ്യണം? തക്ബീറിനെ നീട്ടണം. സുജൂദിൽ നിന്ന് തല ഉയർത്തുമ്പോൾ തുടങ്ങിയ തക്ബീർ നൃത്തത്തിലെത്തുന്നത് വരെ നീട്ടൽ സുന്നത്താണ്. ഇനിയിപ്പോ ആരെങ്കിലും ഇപ്പൊ വളർത്തി വരും ചോദ്യം ചോദിക്കാൻ, എന്താ ഞങ്ങൾ അവിടെ ചില ഇമാമിയങ്ങളുണ്ട് അറബികള്, ഓല് മുണ്ടാതെ നൃത്തത്തിൽ കേട് വരും, എന്നിട്ട് സ്പീക്കറിന്റെ അടുത്ത് വന്ന് കണ്ട അല്ലാഹു അക്ബർ എന്നാ പറയല്. അതിനിപ്പോ ഞാൻ എന്താ കാട്ടണ്? ആ ആദ്യ പിരാന്തൻ ചോദ്യം ഒന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. സുന്നത്ത് ഇങ്ങനെയാണ്, ഒരാളായി ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ആ സുന്നത്ത് കിട്ടൂല എന്നല്ലാതെ നമ്മളെന്താ അതിന് കാട്ടണ്? സുജൂദക്ക് പോകുമ്പം ഇത്തിദാലിലെ നൃത്തത്തിൽ നിന്ന് തക്ബീർ ചൊല്ലാൻ തുടങ്ങിയാല് സുജൂദിൽ എത്തുന്നത് വരെ തക്ബീർ നീട്ടണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഇസ്കാല്, എന്താ ഇസ്കാല്? ഇവിടെ ഞങ്ങളെ ഇമാമ് മുണ്ടാതെയാണ് പോവും, എന്നിട്ട് താഴത്തെത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയും. അത് അള്ളാഹു അക്ബർ എന്നല്ല, സ്പീക്കർ അക്ബർ എന്ന് പറയാണ്. മനസ്സിലായില്ലേ? അത് പടച്ചോൻ അക്ബർ അല്ല, സ്പീക്കർ അക്ബർ ആണ്. അതിന് നമ്മൾ ഉത്തരവാദിയല്ല. അത് സുന്നത്തിന്റെ മാറ്റാണ്. അല്ലാതെ ഞാൻ ഇന്നലെ ഒരാള് നല്ലോണം വിശദമായിട്ട് ദർസിലൊക്കെ പറഞ്ഞാണ്, മൂപ്പന് അതിനൊന്നുമില്ല, ദർസിനൊന്നുമില്ല. പിന്നെ വന്നിട്ട് ചോദ്യം, അപ്പൊ കുറച്ച് ദർസിന് ഒരു അരമണിക്കൂർ ഒന്ന് ഇരുന്നൂടെ? ഒഴിവില്ലാത്ത ഒരാളാണെങ്കിൽ പിന്നെ തിരക്കിടില്ല. എന്നാലും തിരക്കിടില്ല. നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതും തിരക്കിടില്ല. അറബികൾ അങ്ങനെയാണ്, മലയാളികൾ ഇങ്ങനെയാണ്, അവിടുത്തെ നാം അങ്ങനെയാണ്. എന്തിന് ഈ അപ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കും? നമ്മളൊരു കാര്യം വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ചെയ്താൽ അയാളോട് തുടരാൻ പറ്റുമോ? അതൊക്കെ അല്ലാതെ നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാതെ മറ്റോരെന്താ ചെയ്യണമെന്ന് എഴുതിയിട്ട് നമ്മളിപ്പോ അതിനെപ്പറ്റി പറയാൻ കഴിയുമോ? അത് എത്ര പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാലും ഇപ്പം പലരും അത് ഒഴിവാക്കിയാണ്. എന്നാലും ചില സാധുക്കൾ ഇപ്പോഴും ആ ശീലം, മലയാളിയാണല്ലോ, മലയാളിക്ക് പൊതുവേ ഉള്ള ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ, അവനാന്റെ കയ്യിൽ മുട്ടിന്റെ കീപ്പെട്ടി തന്നെ ഇല്ലെങ്കിലും വേറൊരുത്തന്റെ കയ്യിലെ ചെറുവിരലിന്റെ ഒരു കെണിപ്പ് കുറവാണെങ്കിൽ ആ കണ്ടടാ ഓന്റെ കയ്യിന്റെ ചെറുവിരലിന്റെ ഒരു കെണിപ്പ് കുറവ് കണ്ടില്ലേ എന്ന് പറയുന്ന ഒരു സ്വഭാവം നമ്മളെ മലയാളികൾക്കുണ്ട്. പറയണവനും ആ കയ്യിന്റെ മുട്ടിന്റെ കീപ്പെട്ട് തീരെയില്ല, അത് നോക്കണില്ല. മറ്റോന്റെ ചെറിയറിലെ തല കാണാനില്ലാത്തത് വലിയ കേസായിട്ട് പറയുന്ന അത് നമ്മളൊന്ന് ഒഴിവാക്കേണ്ടതാണ്. നമ്മൾക്ക് പഠിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവിടെ തുടരാൻ പറ്റുമോ പറ്റൂലേ, അതൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഞമ്മക്ക് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ, അതൊരു ചോദ്യമാണ്. ഓലിങ്ങനെ ചെയ്യണം, ഇവരിങ്ങനെ ചെയ്യണം, അതിന് നമ്മൾ എന്താട്ടിന് പറഞ്ഞപ്പോ അങ്ങനെ പറയാന്ന് അത്ര അതാകട്ടെ. അപ്പോ തക്ബീർ നീട്ടുക വേണ്ടേ? എന്നാൽ എത്രയും നീട്ടാവൂന്ന 7 അലിഫിന്റെ ഖദർ പരമാവധി നീട്ടാൻ ബഹുമാനപ്പെട്ട തജ്വീദിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞ ഷാദാണെങ്കിൽ പോലും 14 ഹർക്കത്തിന്റെ ഖദർ അഥവാ 7 അലിഫിന്റെ ഖദർ വരെ നീട്ടാം എന്ന് ചില ഇമാമിയങ്ങൾക്ക് അഭിപ്രായമുള്ളത് കൊണ്ട് അത്ര വരെ നീട്ടാം. അപ്പൊ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്ന സമയത്ത് തുടങ്ങിയിട്ട് നൃത്തത്തിലെത്തുന്നത് വരെ ദീർഘിപ്പിച്ച് തക്ബീർ ചൊല്ലുക. അപ്പൊ ഈ ഇരുത്തത്തിലൊക്കെ ആ തക്ബീർ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. പെരുന്നാൾ തക്ബീറിലും പോലെ കുറെ തക്ബീർ അല്ല, തക്ബീർ നീട്ടിക്കൊണ്ടിരിക്കുക. ഹലോ സുന്ന ജൽസത്തു ഇസ്തിറാഹത്തിൻ ലിഖിയാമിൻ, നൃത്തത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു ഇരുത്തം. എന്തിൽ നിന്നിട്ട് പോവാ? അൻ സുജൂദിൻ, സുജൂദിനെ വിട്ട് നൃത്തത്തിലേക്ക് പോകുന്നതിന് വേണ്ടി
അതിന്റെ ഇടയിൽ ഇസ്തിറാഹത്ത് ചെയ്യാനുള്ള ഒരു ഇരുത്തം കണ്ടോ. നൃത്തത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു റാഹത്ത് എടുത്തിട്ട് പോയാൽ മതിയെന്ന്. കാരണം എന്താ, അത് തലകുത്തനെ നിന്നിട്ട് തലച്ചോറ്റിക്കുള്ള രക്തങ്ങളൊക്കെ പാടെ പമ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്ന് നോർമൽ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇരുന്നിട്ട് നൃത്തത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഇരുത്തമാണ്. പക്ഷേ ഏതിലൊഴിച്ച് തിലാവത്ത് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ സുജൂദ് സുന്നത്തുള്ള ആയത്തോതി അതിന് സുജൂദ് ചെയ്താൽ അവിടെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്തില്ല. അതിന്റെ അവിടെ നിങ്ങൾ പറയുന്ന മസേലില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഇരുന്ന് കാണിച്ചതായി ഹദീസിലില്ല. നബി തങ്ങൾ ചെയ്യാത്തത് നമ്മൾ സുന്നത്താണെന്ന് പറയുന്നില്ല. അതാണ് അതിന്റെ കാരണം. അവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ യുക്തി ന്യായമൊക്കെ ഇല്ലേ, അത് നമുക്ക് വർത്താനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഒരു കാര്യത്തിന് നമ്മളൊരു ഹിക്മത്ത്, ഒരു യുക്തി പറഞ്ഞാൽ ആ യുക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഗതി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യും. ചിലപ്പോ അത് ഇന്നുകൊണ്ടായിരിക്കും കൽപ്പിച്ചത് അതിന്റെ യുക്തി പറയുന്നു മാത്രം. ഞാൻ യുക്തി ഇല്ലെങ്കിലും നബി തങ്ങൾ ചെയ്തില്ലെങ്കിൽ ഓക്കെയാണ്, ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ അല്ല. നമ്മളെ സ്വന്തം യുക്തിക്കനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് നൃത്തത്തിന് നേരെ സുജൂദക്ക് വന്ന് സുജൂദ് കഴിഞ്ഞാണ്ട് എഴുന്നേൽക്കുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തിരിക്കാൻ അവിടെ നിങ്ങൾ പറഞ്ഞ ഈ ആരോഗ്യ പ്രശ്നമൊക്കെ വരൂലെന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല നേരത്തെ ഇരുന്നത്, ഇപ്പൊ ഇരിക്കണ്ടെന്ന് അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി അങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്താണ്. തിലാവത്തിന്റെ സുജൂദിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കാതെ നേരെ നൃത്തത്തിലേക്ക് പോകലാണ് നബി തങ്ങളുടെ സുന്നത്ത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവിടെ ഇരുത്തം സുന്നത്തില്ല, നേരെ പോയാൽ മതിയെന്ന്. ഓക്കെ. ഇനി ഈ പോകുന്ന പോക്കില് ഒയുസന്നോ സുന്നത്താക്കപ്പെടും ഏത്തിമാതുന്നു ഊന്നൽ കൊടുക്കൽ അല ബത്നി കഫൈഹി, രണ്ട് മുങ്കയിന്റെ പള്ളയുടെ മേൽ എന്ന് പറഞ്ഞാൽ ചിലവർ ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ചിട്ട് മറ്റേ ഗുസ്തിക്കാരൊക്കെ ഇടിക്കാൻ വേണ്ടി കൈ അന്നൊക്കെ ചുറ്റി പിടിച്ചിട്ടുണ്ട് ഒരു കുത്തല്. അങ്ങനെ അല്ല വേണ്ടത്. മറിച്ച് കൈയിന്റെ പള്ള നിലത്ത് കുത്തിയിട്ടാണ് എഴുന്നേൽക്കേണ്ടത്. കാരണം എന്താ, അങ്ങനെ ഹദീസിലുള്ളത്. എന്നാ വേറെ ചിലർ കാണാൻ, ഇനിയിപ്പോ അത് ഇസ്കാരി ചോദിക്കണ്ട, വേറെ ചിലർ കാണാൻ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കുത്തിയിട്ട് എഴുന്നേൽക്കുന്നു. ആ ഹദീസിന്റെ റിവായത്തിൽ വന്ന ഒരു ത്വരീഖത്തിൽ എന്തുണ്ട്, കൽ ആജിസി എന്നാണ് മഷൂറായ ത്വരീഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ രണ്ടും നിലത്ത് കുത്തി സാവകാശമാണ് നൃത്തത്തിലേക്ക് പോകുക. ഏതുപോലെ, കൽ ആജിസി, ഒരു ക്ഷീണിതനായ അവശനായ ഒരാള് നൃത്തത്തിലേക്ക് പോകുന്നത് പോലെ കൈ രണ്ടും നിലത്ത് ഊന്നിയതിന്റെ ശേഷം സാവകാശം നൃത്തത്തിലേക്ക് പോകലായിരുന്നു എന്ന് പറഞ്ഞെടുത്ത് ചില റിവായത്തുകളിൽ എന്തുണ്ട്, കൽ ആജിനി എന്നുണ്ട്. ആരൂരെ കൽ ആജിനി, ആജിൻ എന്ന് പറഞ്ഞാൽ മാവ് കുഴക്കുന്നവന്റെ പോലത്തൊരു, അതെ പുള്ളി ഇങ്ങേ തലക്കലുണ്ട് അങ്ങേ തലക്കലായിപ്പോയതാ. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോ പേക്കല്, അങ്ങനെ എത്ര പേവ് വെച്ചിന് ഹദീസുകളിലൊക്കെ. ആജിസ് എന്നതും ആജിന് എന്നതും എഴുതുമ്പോ ഒരുപോലെ വരും ഏകദേശം. പക്ഷേ സായിന് പുള്ളിയിടുക തലക്കല, ഏത് തുടക്കത്തിലാ, നൂനിന് പുള്ളിയിടുക ലാസ്റ്റിലാ. അപ്പൊ ഒരു സാധു ആരെങ്കിലും പുള്ളിയിട്ട് താഴത്ത് തുടക്കത്തിലിടേണ്ട കൊടുക്കത്തില്ല ഇപ്പോഴത്തേക്കാരം. അങ്ങനെ ആജിന് എന്ന് വന്നു. അപ്പൊ അത് വെച്ചിട്ട് ചില ആളുകൾ എന്ത് പറഞ്ഞു, മാവ് വയ്ക്കുന്നു പറഞ്ഞാൽ കൈ ഇങ്ങനെ ചുരുട്ടലല്ലേ, അപ്പൊ ചുരുട്ടി കുത്തിയിട്ട് പോകേണ്ടതെന്ന് പറഞ്ഞ അങ്ങനെ. പക്ഷെ അത് ശരിയല്ല. സഹിയായ റിവായത്തിൽ ആജിസ് എന്നാണുള്ളത്. അതുകൊണ്ട് കൈവെള്ള നിലത്തൂന്നിക്കൊണ്ടാണ് എഴുന്നേൽക്കേണ്ടത്. ചില ആളുകൾ മുട്ടുമ്മൽ കൈവച്ചിട്ട് അല്ലെങ്കിൽ തുടമ്മൽ കൈവച്ചിട്ട് എഴുന്നേൽക്കും, അത് സുന്നത്തിന്റെ മാറ്റമാവുന്നു. നിലത്തൂന്നിയിട്ട് സാവകാശം പോവുക, അതൊരു താഴ്മയുടെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ആരോഗ്യവാനായിരുന്നു, അൽഹംദുലില്ലാഹ്. പക്ഷെ എന്നാലും വളരെ താഴ്മയോട് കൂടിയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബാദത്തുകളൊക്കെ. അപ്പൊ ആ താഴ്മയുടെ രൂപത്തിന് നല്ലത് നിലത്ത് കൈവെള്ള ഊന്നി സാവകാശം എഴുന്നേൽക്കുന്ന രൂപമാണ്, അതാണ് സുന്നത്ത്. ആട്ടെ. വതാസ്യോഹ, ഒമ്പതാമത്തെ റുക്കിനുകളിൽ നിന്നിട്ട് ഒമ്പതാമത്തേത് തുമഇനീനത്തുൻ, അനക്കം അടങ്ങലാവുന്നു. എങ്ങനെ എവിടെ അനക്കടങ്ങ, ഫീ കുല്ലി മിനർ റുകൂഇ വസ്സുജൂദൈനി വൽ ജുലൂസി ബൈനഹുമാ വൽ ഇഅ്തിദാലി. ഇതിലൊക്കെ റുകൂഅ്, രണ്ട് സുജൂദുകൾ,
രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ഏത്തിദാല് എന്നീ 4 ഫർളുകളിലും അനക്കം മടങ്ങൽ. ചില ഇമാമിങ്ങൾ 4ഉം വേറെ വേറെ എണ്ണിയുണ്ട്. റുക്കൂലുള്ള തുമൈനീനത്ത്, ഏത്തിദാലിലുള്ള തുമൈനീനത്ത്, സുജൂദ് അതിലുള്ള തുമൈനീനത്ത്, ഇടയിലിരുത്തം അതിലെ തുമൈനീനത്ത്, ഇങ്ങനെ വേറെ 4ആയിട്ട് എണ്ണിയവരുണ്ട്. സംഗതി ഒക്കെ ഒന്നായതുകൊണ്ട് 4ഉം കൂടി ഒന്നിച്ചെണ്ണിയാണ് 14 ഫർള് എന്ന് നിസ്കാരത്തിന് പറയുന്നത്. തത്വത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയത്ത് ഈ എണ്ണത്തിൽ വ്യത്യാസം ബാഹ്യമായി കാണുന്നു മാത്രം. ഇപ്പൊ ഈ 4ലും റുക്കോയ്, സുജൂദ്, ഇടയിലിരുത്തം, ഇത്തിദാൽ എന്നീ 4ലും അനക്കം മടങ്ങാം. വലൗക്കാന മുമ്പ് പറഞ്ഞതാണെങ്കിൽ എന്നെ ഒന്നും കൂടി പറഞ്ഞോട്ടെ, നെയ്യേറിയിട്ട് അപ്പം കേടരൂലല്ലോ. വലൗക്കാന ഈ ഇടയിലിരുത്തവും ഇത്തിദാലും ആണെങ്കിലും ഫീ നഫ്ലിൻ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിലും അവിടെയും തുമൈനീനത്ത് ഫർള് തന്നെ. എന്ന് പറഞ്ഞാ അവിടെ 2 കൗല് പറഞ്ഞല്ലോ. ഇത്തിദാലും ഇടയിലിരുത്തും തന്നെ നിർബന്ധമില്ല. ഇനി നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞ പോലെ കൂട്ടത്തിൽ തന്നെ തുമൈനീനത്ത് നിർബന്ധമില്ല. അതൊന്നും ശരിയല്ല. ഇത്തിദാലും വേണം, ഇടയിലിരുത്തും വേണം, അതിന് അനക്കടങ്ങുകയും വേണം. റുക്കൂയിലും സുജൂദിലും എന്നതുപോലെ ഇടയിലിരുത്തത്തിലും ഇത്തിദാലിലും അനക്കം മടങ്ങലും നിർബന്ധം തന്നെ. ഖിലാഫല്ലിൽ അൻവാരി, അൻവാറിന് അതിനാണ് ആ വിഷയത്തിൽ. അൻവാർ ഇമാം അർദബീലിന്റെ അൻവാർ എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. മുതാഖിരീങ്ങളിൽപ്പെട്ട ഒരു ഇമാമാണ്. ആ അൻവാർ പറയുന്നത് എന്ത് വേണമെന്നില്ല, ഇത്തിദാലും ഇടയിലിരുത്തും ഒക്കെ വേണം എന്ന് പറഞ്ഞാലും അതില് സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ അതിന്റെ എന്ത് വേണമെന്നില്ല, തുമൈനീനത്തൊന്നും വേണമെന്നില്ല. ഫർദ് നിസ്കാരത്തിലാവുമ്പോ തുമൈനീനത്ത് വേണം, അത് ശരിയാ. എന്നാൽ സുന്നത്ത് നിസ്കാരത്തിൽ ഇപ്പൊ തുമൈനീനത്ത് വേണം എന്നൊന്നുമില്ല എന്ന് അൻവാറിൽ ഇമാം അർദബീലി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മുഅ്തമദല്ല. ഫർദലായാലും സുന്നത്തിലായാലും ഇത്തിദാലും ഇടയിലിരുത്തും വേണം എന്നതുപോലെ അതിൽ തുമൈനീനത്തും വേണം. എന്നാ എത്ര ഇപ്പൊ ഈ തുമൈനീനത്ത് എന്ന് പറയുന്നത്? വവാബിത്തുഹ, അതിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ തുമൈനീനത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അന്തസ്തഖിറ അഅ്ളാഉഹു, ആ വ്യക്തിയുടെ അവയവങ്ങൾ അടങ്ങലാണ്. എങ്ങനെ അടങ്ങാ? ബിഹൈസു യൻഫസിലു, വേർതിരിയുന്ന നിലക്കടങ്ങണം. എന്ത് വേർതിരിയണം? മാ, ഒരു കാര്യം. എങ്ങനത്തെ കാര്യമാണ്? ഇന്തഖല, ആ മനുഷ്യൻ നീങ്ങിയത് ഇലൈഹി, അത് കൊള്ളയാൻ. എന്ന് പറഞ്ഞാൽ അവൻ എന്തിലേക്കാണോ പോകുന്നത് അത് വേർതിരിയണം. എന്തിനെ തൊട്ട് വേർതിരിയണം? അമ്മ, ഒരു കാര്യത്തിൽ നിന്നും വേർതിരിയണം. ഇന്തഖല അൻഹു, അതിൽ നിന്നുമാണ് അവൻ നീങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നൃത്തത്തിൽ നിന്നിട്ടും റുക്കൂയിലേക്ക് പോകുമ്പം ഈ നൃത്തവും റുക്കൂവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഇടവേള കിട്ടണം. പോരുന്ന നൃത്താണ്, ചെല്ലുന്നത് റുക്കുവാണ്. അത് രണ്ടിന്റെ ഇടയിൽ ഒരു ഇടവേള കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന അത്ര സമയം അവയവങ്ങളൊക്കെ അടങ്ങി നിൽക്കണം. അതുപോലെ തന്നെ ഇത്തിദാല് സമിഅല്ലാഹു ലിമൻ ഹമിദഹു എന്ന് പറഞ്ഞ റുക്കൂയിൽ നിന്നിട്ട് മേപ്പോട്ട് പോയിട്ട് ആ പോയതിന്റെയും സുജൂദിലേക്ക് അല്ലാഹു അക്ബർ പറഞ്ഞ് കുനിയുന്നതിന്റെയും ഇടയിൽ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സമയം ഇടവേള കിട്ടുക, അനക്കടങ്ങി നിൽക്കുക. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയാൽ പറ്റൂല എന്നർത്ഥം. അങ്ങോട്ട് ചെന്നിട്ടൊന്ന് അവിടെ നിന്ന് എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ സുജൂദിൽ നിന്നിട്ട് ഇരുത്തത്തിലേക്കൊന്ന് വന്ന് അവിടെ അടങ്ങി ഒന്ന് ഇരിക്കുക. ഇരുന്നതിന് ശേഷം അനക്കടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ സുജൂദിലേക്ക് പോവുക. ഈ നിലക്ക്, അതായത് ചുരുങ്ങിയത് ഒരു സുബ്ഹാനല്ലാഹിന്റെ ഖദർ വരുന്നതിന്റെയും പോകുന്നതിന്റെയും ഇടയിൽ ഒരു അനക്കില്ലാത്ത സമയം കിട്ടുക, അതാണ് ചുരുങ്ങിയത്. പിന്നെ അതിൽ ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ട സുന്നത്തായ ദിക്റുകളൊക്കെ ചൊല്ലാൻ ആവശ്യമായ സമയം വരെ നീട്ടുന്നത് സുന്നത്താണ്. ഫർള് വിടാൻ ഈ വന്നതിന്റെയും പോകുന്നതിന്റെയും ഇടയിൽ ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ഖദർ അനക്കം മടങ്ങിയാൽ ഫർള് വിടും. ആട്ടെ, അങ്ങനെ ഇപ്പൊ 9 ഫർള് കഴിഞ്ഞു. ഇനി 10 അവിടെ കുറച്ച് ഓതുന്നേരം ഏതായാലും ഓതാത്തുവല്ലേ. വആശിറുഹ, അർക്കാനുകളിൽ നിന്നിട്ട് 10ാമത്തെ ഫർള് തശഹുദുൻ അഖീറുൻ, അവസാനത്തിലെ അത്തഹിയ്യാത്ത് ഓതലാണ്. അവസാനത്തെ അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ലാസ്റ്റിൽ ഓതുന്ന അത്തഹിയ്യാത്ത് എന്നാണ് ഷാഫി മദ്ഹബുകാർ അതിനർത്ഥം വെക്കുക. മനസ്സിലായില്ലേ?
ഹനഫി മദ്ഹബ് അല്ല ഹംബലി മദ്ഹബുകാര് നേരെ മറിച്ച ഓരർത്ഥം വെക്കെന്താ, അവസാനത്തെ അത്തയ്യാത്ത് എന്ന് പറയുകയാണെങ്കിൽ ആദ്യത്തെ അത്തയ്യാത്ത് ഉള്ള നിൽക്കാരാണെങ്കിലേ അവസാനത്തെ അത്തയ്യാത്ത് ഉണ്ടാവുള്ളൂ എന്നാ. അല്ലെങ്കിൽ പിന്നെ ഒരു അത്തയ്യാത്ത് തന്നെ, പിന്നെ അവസാനത്തെ എന്ന് പറയേണ്ടതില്ലല്ലോ. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, നിസ്കാരത്തിന്റെ അവസാനത്തിൽ വരുന്ന അത്തഹിയാത്ത് എന്നാണ് അപ്പറയുന്നത് കൊണ്ട് സുബീക്ക് ജുമാക്കും ഒക്കെ ഒരത്തയ്യാത്തല്ലേ ഉള്ളൂ. അതിന് ഓല് പറയുന്നതാണ് ഒടൂൽ അത്തയ്യാത്ത് എന്ന് പറയാൻ പറ്റൂല. അല്ല അപ്പൊ ഇനി വേറെ ഇസ്കാരി പരക്കെ വരും. ഇസ്കാരിയാരെയൊക്കെ ആദ്യം തന്നെ ഞാനിവിടെ പാരടുക. അതായത് അത്തയ്യാത്തിന് ഇരിക്കേണ്ട രൂപം നമ്മൾ നേരത്തെ പറഞ്ഞു. ഏത് ആദ്യത്തെ അത്തഹിയാത്തില്, ഇടയിലെ ഇരുത്തത്തില്, ഇസ്തിറാത്തിന്റെ ഇരുത്തത്തിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഒടൂൽ അത്തഹിയാത്തില് തബറുക്കിന്റെ ഇരുത്താണെന്ന് ഞാൻ പറയുകയും ചെയ്യും. അപ്പൊ എന്നാ ഇനി ചോദ്യം, ഇവിടെ അറബികളൊക്കെ എപ്പോഴും ആദ്യത്തെ അത്തഹിയാത്തിന്റെ ഇഫ്തിറാഷിന്റെ ഇരുത്താണല്ലോ എല്ലായിടത്തും ഇരിക്കുന്നത്. അങ്ങനെ കർപ്പന്മാര് എപ്പോഴും ഒടൂൽ അത്തഹിയാത്തിലേക്ക് തബറുക്കിന്റെ ഇരുത്താണല്ലോ ഇരിക്കേണ്ടത്. ഹനഫികൾ എപ്പോഴും ആദ്യത്തെ തയ്യാത്തിന്റെ ഇഫ്തിറാഷിന്റെ ഇരുത്തം പോലെയാണല്ലോ ഇരിക്കല് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അയിക്കൊന്നും നിങ്ങൾ നോക്കണ്ട, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പഠിച്ചാ മതി. എന്ന് പറഞ്ഞാല് മാലിക്കി മദ്ഹബുകാരി എല്ലാ ഇരുത്തും തവറുക്കിന്റെ ഇരുത്തായിരിക്കുക. അതാ ഈ കർപ്പന്മാരെല്ലാ സമയത്തും തവറുക്കിന്റെ ഇരുത്തിരിക്കണ്. പിന്നെ നമ്മളെ ഇടയിൽ വന്ന് കുടുങ്ങി ചേലായിട്ട് മാത്രമാണ് ഇഫ്തിറാഷിന്റെ ഇരുത്തം ഓര് പഠിക്കണത്. അല്ലാതെ ഓര് പ്രകൃതിപരമായിട്ട് മാലിക്കികള് എല്ലാ ഇരുത്തത്തിലും തവറുക്കിന്റെ ഇരുത്തമാണ് ഇരിക്കുക. മനസ്സിലായോ? ഹനഫികളാണെങ്കിൽ നേരെ മറിച്ച, ഹനഫികള് നേരെ മറിച്ചാണ്. ഈ എല്ലാ ഇരുത്തത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്തായിരിക്കുക. അത് ആദ്യത്തെ തയ്യാത്തായാലും വേണ്ടില്ല, ഇടയിലിരുത്തായാലും വേണ്ടില്ല, ഒടൂലത്തയ്യാത്തായാലും വേണ്ടില്ല, ഏത് ഇരുത്തത്തിലും ഹനഫികൾ എങ്ങനെ ഇരിക്കുക? ഇഫ്തിറാഷിന്റെ ഇരുത്തം. മനസ്സിലായില്ലേ? അപ്പൊ ഹനഫികളും മാലിക്കുകളും തമ്മിൽ ഇരുത്തത്തിൽ നേരെ ഓപ്പോസിറ്റാ. തവറുക്കിന്റെ ഇരുത്തം മാലിക്കുകൾ ഇരിക്കുമ്പോ ഹനഫികൾ ഇഫ്തിറാഷിന്റെ ഇരുത്തായിരിക്കാം. എന്നാ നമ്മൾ ഷാഫികളും ഹംബലികളും അങ്ങനെയല്ല. ഷാഫികളും ഹംബലികളും പറയുന്നത് ആദ്യത്തെ അത്തഹിയാത്തില് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തില് ഒക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കണം, ഒടൂൽ അത്തഹിയാത്തില് തവറുക്കിന്റെ ഇരുത്തിരിക്കണം. ഇനി പിന്നെ അവിടെ ഒരു വ്യാഖ്യാന വിശ്വാസം. ഈ ഒടൂൽ അത്തയ്യാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത് ഒടൂൽ അത്തയ്യാത്ത് എന്ന് പറയണമെങ്കിൽ ചങ്ങായിമാരെ ആദ്യത്തെ ഒരു അത്തയ്യാത്ത് വേണ്ടേ? അപ്പൊ രണ്ടത്തയ്യാത്തുള്ള നിസ്കാരത്തിലാണ് ഈ ഒടൂൽ അത്തയ്യാത്ത് എന്ന് പറയുന്നത്. ഒടൂൽ അത്തയ്യാത്തിൽ തവറുക്കിന്റെ ഇരുത്തിരിക്കണം, ആദ്യത്തെ അത്തയ്യാത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കണം. അപ്പൊ ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ ഈ 4 നിസ്കാരങ്ങളിൽ രണ്ടത്തയ്യാത്തുണ്ട്. അപ്പൊ ഈ 4 നിസ്കാരങ്ങളിലും ആദ്യത്തെ അത്തഹിയാത്ത് ഇഫ്തിറാഷിന്റെ ഇരുത്തവും ഒടൂൽ അത്തഹിയാത്ത് തവറുക്കിന്റെ ഇരുത്തുമാണ് ഇരിക്കേണ്ടത്. എന്നാൽ സുബ്ഹി, ജുമുഅ, അതുപോലെ തന്നെ തറാവീഹ്, വിത്തുറിന്റെ ആദ്യത്തെ ഈ 2 റക്അത്തുകൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ 2 റക്അത്ത് മാത്രം നിസ്കരിക്കുന്നതാ. അവര് പിന്നെ ആദ്യത്തെ അത്തഹിയാത്തല്ലാതെ അവസാനത്തെ അത്തഹിയാത്ത് ഇല്ലല്ലോ. അതുകൊണ്ട് ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അപ്പൊ ഈ ആദ്യം അവസാനം എന്ന് കണക്കാക്കണോടത്താണ് ഷാഫി മദ്ഹബും ഹംബലി മദ്ഹബും വ്യത്യാസപ്പെടുന്നത്. നമ്മൾ പറയുന്നത് ഒടൂൽ അത്തയ്യാത്ത് എന്ന് പറഞ്ഞാൽ മോചാരെ അതിന്റെ അർത്ഥം നിസ്കാരത്തിന്റെ ഒടുവിലെ അത്തയ്യാത്ത് എന്നാ സലാം വീട്ടാൻ അടുത്തു വരുന്ന അത്തയ്യാത്ത്. അതിന് നിസ്കാരത്തിന്റെ ഒടുവിൽ അത്തയ്യാത്ത് എന്നാ. അല്ലാതെ നിങ്ങൾ അർത്ഥം വെച്ചേക്ക് ആദ്യത്തെ അത്തയ്യാത്ത് ഒന്ന് ഓതിയതിനു ശേഷം പിന്നെ ഓതുന്നോണ്ട് ഒടൂലത്തെ അത്തയ്യാത്ത് എന്നുള്ള ആ അർത്ഥമല്ല. ഇപ്പൊ ഈ ഒടൂൽ അത്തയ്യാത്തിന് അർത്ഥം വെച്ചുകാണ്ടാണ് ഹംബലികളും നമ്മളും വേർതിരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും തറാവീഹിന്റെ എല്ലാ 2 റക്അത്തിലുള്ള അത്തയ്യാത്ത് ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കും. നമ്മൾ കണ്ടുകാണ്ട് അങ്ങനെ ഇരിക്കും. നമ്മൾ അങ്ങനെ ഇരിക്കണ്ട, നമ്മൾക്കത് ഒടൂൽ അത്തയ്യാത്താണ്. അതുകൊണ്ട് നമ്മൾ തവറുക്കിന്റെ ഇരുത്തായിരിക്കേണ്ടത്. ഓൾക്ക് ആദ്യത്തെ അത്തയ്യാത്താണ്, ഓര് ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കും. ജുമാക്ക് ഓർക്ക് ഒരു അത്തയ്യാത്തുള്ളത് കൊണ്ട് ഓർക്ക് ആദ്യത്തെ അത്തയ്യാത്താണ്, അതുകൊണ്ട് ഒരു ഇഫ്തിറാഷിന്റെ ഇരുത്തിരിക്കും. നമ്മൾക്ക് ഒടൂൽ അത്തയ്യാത്താവുകൊണ്ട് നമ്മൾ തവറുക്കിന്റെ ഇരുത്തിരിക്കും. സുബഹി അങ്ങനെ തന്നെ. അപ്പൊ ഈ ഒടൂലത്തത് ആദ്യത്തെ എന്ന് പറയുന്നതിന്റെ അർത്ഥം വെച്ചോടുത്ത് വന്ന വ്യത്യാസമാണ്. ഇതുകൊണ്ടൊക്കെ സുന്നത്ത് പോവും. അതിന് ഇമാം ഷാഫി റളിയല്ലാഹു തആല പറഞ്ഞതാണ് അതിന്റെ കൃത്യമായ അർത്ഥം. അതുകൊണ്ട് ഒടൂൽ അത്തയ്യാത്ത് തന്നെ നിസ്കാരത്തിന്റെ ഒടുവിൽ അത്തയ്യാത്ത് എന്നാ. അപ്പൊ ഒരു റക്അത്ത് നിസ്കരിച്ചാലും അതിലൊരു അത്തയ്യാത്ത് ഓതി സലാം വീട്ടുകയാണെങ്കിൽ ഒടൂൽ അത്തയ്യാത്ത് തന്നെയാണ്.
ഓക്കെ. ഇനിയിപ്പോ ഇങ്ങനെ മറ്റൊരു ഇങ്ങനെയാണല്ലോ ഇവൻ ഇങ്ങനെയാണല്ലോ എന്ന് ചോദിക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ദർസിൽ തന്നെ അതിന്റെ വിശദീകരണം പറയുന്നത്. അത്രയും ആവശ്യമില്ലാത്ത സമയം കളയണ്ടല്ലോ, വേറെ പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചോദിക്കാലോ. അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്നാക്കാൻ നമ്മളോട് ചെയ്യോ? നമ്മൾ ചെയ്യേണ്ടത് സലാം വീട്ടുന്നതിനോട് അടുത്ത് വരുന്ന ഉടൂൽ അത്തഹിയാത്തിൽ എത്ര കയത്തിലാണെങ്കിലും വേണ്ടില്ല തവറുക്കിലിരുത്തമാണ് ഇരിക്കേണ്ടത്. പക്ഷേ സേവിന്റെ സുജൂദ് ഉദ്ദേശമുണ്ടെങ്കിൽ അപ്പോ സലാം ഉടനെ വരുന്നില്ല, സുജൂദിന് ശേഷമാണല്ലോ സലാം വരുന്നത്. അപ്പോ ഇഫ്തിറാശിലിരുത്തം തന്നെ അവിടെ ഇരിക്കേണ്ടത്. പക്ഷേ സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ തവറുക്കിന് ഇരുത്തം ഇരുന്നിട്ടാണ് സലാം വീട്ടേണ്ടത് എന്ന് മാത്രം. അല്ലാത്ത ഇരുത്തങ്ങളൊക്കെ ഇഫ്തിറാശിന്റെ ഇരുത്തവും ആണ് ഇരിക്കേണ്ടത്. ആട്ടെ. അപ്പൊ അഖീറാണ് നിസ്കാരത്തിന്റെ ഒടുവിൽ ചെല്ലുന്ന അത്തയ്യാത്ത് എന്നർത്ഥം. അഖല്ലുഹു അതിന് രണ്ട് രീതിയുണ്ട്. ഫർളായ ചുരുങ്ങിയ രീതിയും സുന്നത്തോട് കൂടിയ പൂർണ്ണമായ രീതിയും. ചുരുങ്ങിയത് കാരണം ഫർളായ ചുരുങ്ങിയ രീതി മാറവാഹു ഷാഫിഈ തിർമിദിയു, ഇമാം ഷാഫി തങ്ങളും ഇമാം തിർമിദി തങ്ങളും റളിയല്ലാഹു തആല അൻഹുമാ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് ഇപ്പോ ചുരുങ്ങിയ അത്തഹിയാത്ത്. അത് പഠിക്കൽ ഓരോ മുസ്ലിമായ ആണ് പെണ്ണിന്റെ മേലിലും ഫർള് ഐനാകുന്നു. പക്ഷേ പലർക്കും അതറിയില്ല. ഓൽക്ക് ആകെ അറിയാം അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത്രേ അറിയുള്ളൂ. അതുപോരാ. കാരണം എന്താ? ഈ അഖല്ലു തശഹുദ് എന്ന് പറഞ്ഞ ചുരുങ്ങിയ അത്തഹിയാത്താണ് ഫർള്. പലപ്പോഴും ഫർളിന്റെ മേൽ ചുരുക്കൽ നിർബന്ധമാവുന്ന സാഹചര്യം വരും. വഖ്തെടുക്കമാവുന്ന സമയം പോലെയുള്ള ചില സമയങ്ങളിൽ ഫർളിന്റെ മേൽ ചുരുക്കം നിർബന്ധമാവും. അപ്പൊ ഫർള് ഏതാന്ന് തിരിയോ ആദ്യം? അപ്പൊ നമ്മൾ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി എന്ന് പറഞ്ഞ ഒക്കെ ഫർളാണെന്ന് എഴുതിയാണ്ട് ഓതിയാൽ അവിടെ നമ്മൾ ചെയ്യുന്ന ഹറാമായിട്ട് വരും ഇത്തരം സാഹചര്യങ്ങളിൽ. അപ്പൊ അഖല്ലു തശഹുദ് പഠിക്കൽ ഓരോ മുസ്ലിമിന്റെ മേലും ഫർള് ഐന, ഫാത്തിഹ പഠിക്കൽ ഫർള് ഐന. ഇതുപോലെ ഏതാണത്? അത്തഹിയാത്തു ലില്ലാഹ്, എല്ലാ അഭിവാദനങ്ങളും അല്ലാഹു തആലാക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. എന്നാ എല്ലാ അഭിവാദനങ്ങളും ഒക്കെ വിശദമായി പറഞ്ഞ പാട് പറയണ്ട, ഇന്ന സമയമില്ല, ഇപ്പം തന്നെ ദർശനത്തിന്റെ സമയം കഴിഞ്ഞു. നമ്മളെ എല്ലാ അഭിവാദനങ്ങളും എന്ന് പറഞ്ഞാല് ഓരോ ചക്രവർത്തിമാർക്കും പ്രത്യേക അഭിവാദന രീതികളായിരുന്നു. ചിലരുടെ മുന്നിൽ ഈ നാട്ടുകാര് വന്നിട്ട് സുജൂദ് ചെയ്യുക, ചിലർ വന്നിട്ട് നെഞ്ഞത്ത് കൈവെക്കുക, ചിലർ വന്നിട്ട് കൈ ഉയർത്തുക, ചിലർ മുഖത്ത് കൈവെക്കുക, ചിലർ തലയിൽ കൈവെക്കുക, ചിലർ വിരല് കൊണ്ട് ഇഷാറത്ത് ചെയ്യുക. ഇങ്ങനെ പല രീതിയിലും രാജാക്കന്മാര്, സയ്യിദന്മാര്, അമീറന്മാര് പോലത്തവരുടെ മുന്നിൽ ജനങ്ങളാവുന്ന പ്രജകൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരുന്നു. ഇസ്ലാമിൽ ഉള്ള അഭിവാദനം അസ്സലാമു അലൈക്കുമാണ്. ഇങ്ങനെയുള്ള ഏത് അഭിവാദനങ്ങളും യഥാർത്ഥത്തിൽ അവകാശപ്പെട്ട ഉടമക്കാരൻ അള്ളാഹു മാത്രമാണ് എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാ പറയും പോലെ എല്ലാ അഭിവാദനങ്ങളും അള്ളാഹു തആലാക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. സലാമുൻ അലൈക, അള്ളാഹുവിന്റെ മഹത്തായ സലാം ഹബീബായ നബിയെ അങ്ങയുടെ മേൽ ഉണ്ടാകട്ടെ. അയ്യുഹൻ നബിയു, ഓ നബിയായിട്ടുള്ളവരെ, വറഹ്മത്തുള്ളാഹി, അള്ളാഹു തആലയിൽ നിന്നുള്ള റഹ്മത്തും വബറകാതുഹു, അള്ളാഹുവിന്റെ ബറക്കത്തുകളും ഒക്കെ തങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. സലാമുൻ അലൈനാ, അള്ളാഹുവിന്റെ മഹത്തായ സലാം നമ്മുടെ മേലും ഉണ്ടാകുമാറാകട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ മുഴുവൻ അടിയാറുകളുടെ മേലും എന്ന് പറഞ്ഞാൽ മോമിനീങ്ങളായ സത്യവിശ്വാസികളുടെ മേലും അള്ളാഹുവിന്റെ സലാം ഉണ്ടാകുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാണ് ഇപ്പൊ ചുരുങ്ങിയ കോലം. അത് ഫർളാണ്. മനസ്സിലായില്ലേ? എന്നാൽ വൈസുന്നലി കുല്ലിൻ, ഇമാമിനും മൗമൂമിനും ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കും ഒക്കെ സുന്നത്തുണ്ട്. സിയാദത്തു അൽ മുബാറക്കാത്തു അത്വയ്യിബാത്തു എന്നുകൂടി. അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു എന്ന് പറഞ്ഞ് സ്വലവാത്തും കൂടിയുണ്ട്. പക്ഷെ അവിടെ അത് പറഞ്ഞിട്ടില്ല. അതും റിവായത്തുകളിൽ ഉണ്ട്.
മനസ്സിലായില്ലേ? സഹിയായ ഹദീസിന്റെ റിവായത്തിൽ വന്നതാണ് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് എന്ന്. മനസ്സിലായില്ലേ? എവിടെ? മിഅ്റാജിന്റെ അന്ന് ഫഖദ് റുവിയ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ജാവസ സിദ്റത്തുൽ മുൻതഹ ലിൽഇസ്റാ ആണ് അള്ളാഹുമായി മുനാജാത്ത് നടക്കുന്ന സമയത്ത് അള്ളാഹുവിനെ നേരിൽ സലാം പറഞ്ഞതാണ്. അള്ളാഹുവിനെ തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. ആ റിവായത്ത് സ്വലവാത്തു കൂടിയുണ്ട്, അതുകൊണ്ട് സ്വലവാത്തും കൂടെ സുന്നത്ത് തന്നെ. അപ്പൊ നബി തങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് അള്ളാഹു തആല അഭിവാദനം അർപ്പിച്ചു. അപ്പൊ നമ്മളെ പോലത്തെ സാധുക്കൾക്കും കൂടി അതിലൊരു വീഴ്ച ഉണ്ടാകട്ടെ എന്നുള്ളതിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ചൊല്ലി. ഫഖാല ജമീഉൽ സമാവാത്ത്, ആകാശത്തിലുള്ള മലായിക്കത്തുകളെല്ലാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് ചൊല്ലി. ഇങ്ങനെ ഹദീസുകളിൽ വന്നതുകൊണ്ട് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി എന്ന് കൂട്ടിക്കൊടുക്കുന്നതിന്റെ പുറമെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോടത്ത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് രണ്ടാമത്തെ ഷഹാദത്തിലും അശ്ഹദു കൂട്ടിക്കൊടുക്കല് സുന്നത്ത, ഫർളില്ല. അതുപോലെ തന്നെ സലാമുൻ എന്നാണ് ഫർളായത്തെ സലാമിൽ പറഞ്ഞതെങ്കിൽ തരീഫു സലാമി ഫിൽ മൗദിഅൈനി അസ്സലാമു അലൈക എന്ന് പറഞ്ഞോടത്ത് അലിഫ്ലാമ് കൂട്ടിയിട്ട് പറയല്, അസ്സലാമു അലൈന എന്ന് പറഞ്ഞോടത്തും അലിഫ്ലാമ് കൂട്ടി പറയൽ, അതൊക്കെ സുന്നത്താണ്. മനസ്സിലായില്ലേ? ഇനി മാത്രല്ല യാ അയ്യുഹൻ നബിയു എന്ന് യാ കൂട്ടി പറയാം. അസ്സലാമു അലൈക എന്ന് പറഞ്ഞോടത്ത് ബഹുമാനാർത്ഥം അസ്സലാമു അലൈക്കും എന്ന് മീമ് കൂട്ടി പറയാം. അതൊക്കെ ഹാഷ്യക്കാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അസ്സലാമു അലൈക്കും യാ അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം, കുഴപ്പമില്ല. പറഞ്ഞിട്ടില്ലെങ്കിലും മന കിട്ടും, പക്ഷേ വ്യക്തമായി പറയാം. അലൈക്ക എന്ന് പറയുന്നതിനേക്കാൾ ബഹുമാനം അലൈക്കും എന്ന് പറയലാണ്. അതുകൊണ്ട് അലൈക്കും എന്ന് പറയാം. മാത്രമല്ല അശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാം. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നോർത്ത് എന്ത് പറയാ? അശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സയ്യിദ് കൂട്ടിയിട്ട് പറയാം. എന്ന് മാത്രമല്ല അത് കൂട്ടിപ്പറയലാവുന്നു അദബ് എന്ന്. കാരണം ബഹുമാനാണല്ലോ പ്രധാനം. ആ ബഹുമാനത്തിനോട് യോജിക്കുന്ന അദബ് സയ്യിദിനെ കൂട്ടിയിട്ട് പറയലാണ്. ഇനി ലൽ ബസ്മല ഖബ്ലഹു, അത്തയ്യാത്തിന്റെ മുമ്പ് ബിസ്മി അല്ലൽ സുന്നത്തില്ല. ചില സാധുക്കളുണ്ട് ഏത് നല്ലത് പറയുമ്പോഴും ബിസ്മി അല്ലണം എന്നുള്ള നിലക്ക് അവരൊന്നും ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് അത് സുന്നത്തില്ല. അതുകൊണ്ട് കാരണം ബാത്തിലാവൊന്നുമില്ലെങ്കിലും ഖുർആന്റെ ഭാഗം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് സൈവിന്റെ സുജൂദ് വേണം. അല്ലെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ സുന്നത്തിന്റെ കൂലി കിട്ടൂല. ആവശ്യമില്ലാതെ ചെയ്യേണ്ടെന്നർത്ഥം. വലാ യജൂസു ജായിസാവൂല, അനുവദനീയമല്ല. ഇബ്ദാലു ലഫ്ളിൻ, ഒരൊറ്റ കെലിമത്ത് പോലും മാറ്റാൻ പാടില്ല. മിൻ ഹാദൽ അഖല്ലി, ഈ ചുരുങ്ങിയ തയ്യാത്തില്ലേ, തയ്യാത്തുലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞതിൽ ഒരൊറ്റ ലഫ്ളിനെ മാറ്റാൻ പോലും പാടില്ല. വലൗ ബിമുറാദിഫിഹി, അതേ അർത്ഥത്തിന് തന്നെയാണെങ്കിൽ പോലും മാറ്റാൻ പാടില്ല. ഉദാഹരണം അശ്ഹദു അന്ന അഹ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. മുഹമ്മദ് എന്നതും അഹ്മദ് എന്നതും ഒരേ നിരക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനിൽ പറഞ്ഞ പേരാണ്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്നതിന് പകരം അഹ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റൂല. റസൂലുള്ളാഹി എന്ന് പറഞ്ഞോട്ട് നബിയുള്ളാഹി എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അസ്സലാമു അലൈക്കും അയ്യുഹർ റസൂലു എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അവിടെ അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞോട്ട് അയ്യുഹൻ നബിയു എന്ന് തന്നെ പറയണം. അയ്യുഹർ റസൂലു എന്ന് പറയാൻ പറ്റൂല. മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് നബിയുള്ളാഹി എന്ന് പറയാൻ പറ്റൂല. അവിടെ നബിയുള്ളാഹി എന്നല്ല റസൂലുള്ളാഹി എന്ന് പറഞ്ഞോട്ട് റസൂലുള്ളാഹി എന്ന് പറയും. മാറ്റാൻ പാടില്ല. അത് അങ്ങനെ തന്നെ ഖുർആൻ അതുപോലെ ഓതണം. കാരണം എന്താ? ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ഇബ്നു അബ്ബാസ് മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ പഠിപ്പിച്ച ഹദീസ് കാണാം. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുന തശഹുദ കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. ഖുർആനിലുള്ള ഒരു സൂറത്ത് ഹർഫുകൾ പോലും തെറ്റാതെ കൃത്യമായി ചൊല്ലി പഠിപ്പിക്കുന്നത് പോലെ അത്തഹിയാത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ചൊല്ലി പഠിപ്പിച്ചിരുന്നു. അപ്പൊ അത് നിർബന്ധമാണ്. കെലിമത്തുകൾ ഒന്നും മാറ്റാൻ പാടില്ല. ഖുർആൻ ഓതും പോലെ ഓതണം.
നബി റസൂലി വക്സി, റസൂലുള്ളോർത്ത് നബീന്നോ നബിയുള്ളോർത്ത് റസൂലെന്നോ രണ്ടും പറയാൻ പറ്റൂല. അതുപോലെ തന്നെ മുഹമ്മദ് എന്നോർത്ത് അഹമ്മദ് എന്നോ അല്ലെങ്കിൽ മറ്റു പേരുകളെ കൊണ്ടോ മാറ്റാൻ പറ്റൂല. എന്നാൽ വ്യക്തി മതിയാവും അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞോടത്ത് അബ്ദുഹു വറസൂലുഹു എന്ന് പറയാം. കാരണം ചില റിവായത്തുകളിൽ അങ്ങനെ സഹിയായി വന്നിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹ് എന്ന് അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ പറയുന്നതിന് പകരം ലമീറാണ് പറഞ്ഞതെങ്കിലും അതിന് അബ്ദുഹു എന്നതിനെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഈ കുറവ് മറ്റേതുകൊണ്ട് പരിഹരിക്കപ്പെടും. സഹിയായ റിവായത്തിൽ വന്നതുകൊണ്ട് അങ്ങനെ ആവാം. ഏത് പറ്റൂല? ലാ അന്ന മുഹമ്മദർ റസൂലുഹു അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുഹു എന്ന് ലമീറായി പറഞ്ഞാൽ പറ്റൂല. റസൂലുള്ളാഹ് എന്ന് അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ തന്നെ പറയണം. അതേ സമയത്ത് റസൂലു എന്ന് പറയാതെ അബ്ദുഹു കൂട്ടി പറയുമ്പോൾ പറയാം. അങ്ങനെ ചില റിവായത്തുകളിലുണ്ട്. ഇനി അതിന്റെ പുറമെ യജിബു നിർബന്ധമാവും അയ്യുറായ ശ്രദ്ധിച്ചുകൊണ്ട് ചെല്ലൽ. ഹുനായി അത്തയ്യാത്തിന്റെ അവിടെയും അത്തസ്തീദാത്തി ശബ്ദുകളെ ഫാത്തിഹയിൽ പറഞ്ഞതുപോലെ അതാ ഹുനാന്ന് പറഞ്ഞ് ഫാത്തിഹയിൽ പണ്ടി നമ്മൾ പറഞ്ഞു എന്നതുപോലെ അത്തയ്യാത്തിന്റെ അവിടെയും ശബ്ദുകളെ ശ്രദ്ധിച്ചോദണം. വാദ്മിദ്ദാരി ഹർഫിൻ ബിആഖറ, ഒരു ഹർഫിനെ മറ്റൊരു ഹർഫ് കൊണ്ട് മാറ്റാൻ പാടില്ല. ഫാത്തിഹയിൽ പറഞ്ഞില്ലേ അത് തന്നെ. വൽ മുവാലാത്ത്, മുവാലാത്തും പാലിക്കണം. മുവാലാത്ത് പാലിക്കാറിയാൽ നിസ്കാരവുമായിട്ട് ബന്ധമില്ലാത്ത അന്യ ദിക്റുകളൊന്നും അതിന്റെ ഇടയിൽ വരാൻ പാടില്ല. ഒരാൾ അത്തയ്യാത്തോതിന്റെ ഇടയിൽ തുമ്പിപ്പോയി, തുമ്പി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മുവാലാത്ത് മുറിയും, രണ്ടാമത്തെ ആൾക്ക് നോതേണ്ടി വരും. എന്നാൽ തെർത്തീബ ഫാത്തിഹന്റെ അവിടെ തെർത്തീബ് കൂടി പാലിക്കണം എന്ന് പറഞ്ഞാൽ അത്തയ്യാത്തിൽ തെർത്തീബ് പാലിക്കൽ നിർബന്ധമില്ല. എപ്പം ഇല്ലം യുഖില്ല ബിൽ മാന, അർത്ഥത്തിന് തകരാറ് വരുന്നില്ലെങ്കിൽ. ഉദാഹരണം ഒരാൾ എന്തോതി അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. കുഴപ്പമൊന്നുമില്ല. ഷഹാദത്ത് ലാസ്റ്റ് വന്നത് തഹിയ്യത്തിന്റെ തൊട്ടടുത്ത് ഷഹാദത്ത് പറഞ്ഞു, പിന്നെ സലാം പറഞ്ഞതേ ഉള്ളൂ. അർത്ഥത്തിനൊരു മാറ്റമില്ല. അങ്ങനെ അർത്ഥം മാറ്റം വരാതെ തെർത്തീബിന് മാറ്റം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഫാത്തിഹയിൽ അതും പാടില്ല. ഇപ്പൊ ഫാത്തിഹയിൽ പറഞ്ഞ ഹർഫുകളെ സൂക്ഷിക്കണം. ഹർഫുകളുടെ മറ്റൊന്നിനെ മാറ്റിയോ മഖ്റജ് ഒഴിവാക്കിയോ പറയാൻ പാടില്ല. ശ്രദ്ധ ഒഴിവാക്കാൻ പാടില്ല. മുവാലാത്ത് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ നിർബന്ധം. അപ്പോ ഫലോ അദ്ഹറന്നൂന അൽ മുദ്ഗമത ഫിൽ ലാമി ഫി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നോർത്ത് അൻ എന്നതിലുള്ള സാക്കിനായ നൂനിനെ ലാ എന്ന് പറയുന്ന ഹറഫിൽ ഇദ്ഗാം ചെയ്ത് ശ്രദ്ധ ചെയ്യേണ്ടതാണല്ലോ. അല്ല 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 എന്ന് പറയുന്നത് അവിടെ നൂനിനെ വെളിവാക്കി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നൂനിനെ വെളിവാക്കി പറഞ്ഞാൽ അബ്തല, അത് ബാത്തിലാക്കി കളയും. പറഞ്ഞാൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ ആ കെലിമത്ത് ബാത്തിലാവും. അതുകൊണ്ട് നിസ്കാരവും ബാത്തിലാവും. കാരണം അത്തഹിയ്യാത്തിന്റെ ഒരു ഹർഫ് നഷ്ടപ്പെടുത്തി എന്നതുകൊണ്ട്. ലിതർക്കി ശദ്ദത മിൻഹു, കാരണം എന്തുകൊണ്ട് തശഹൂദിൽ നിന്നുള്ള ഒരു ശബ്ദ ഒഴിവാക്കിയല്ലോ. അപ്പൊ അത് പൂർത്തിയായിട്ടില്ല. ആ കെലിമത്താണ് ആദ്യം ബാത്തിലാകുക. അപ്പൊ ആ കെലിമത്ത് തിരുത്തി ഓതണം. തിരുത്തി ഓതുന്നില്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലാവും. ഏതുപോലെ കമാലോ തറക്ക ഇദ്ഗാമ ദാരി മുഹമ്മദിൻ ഫി റായി റസൂലില്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദൻ എന്ന ദാലിന്റെ തൻവീനിനെ റസൂൽ എന്ന് പറഞ്ഞ റായിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ഉച്ചരിക്കണം. അപ്പൊ അവിടെ ഒരു ശബ്ദ വരും, മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന. പലരും പറയാൻ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് തൻവീൻ ഒഴിവാക്കി റായിനെ ശബ്ദില്ലാതെ പറഞ്ഞാൽ അവിടെയും തന്നെ അത് തിരുത്തി ഓതിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും എന്ന്. പക്ഷേ അത് ആർക്കേ ഉള്ളൂന്നാ? വിവരമുള്ളവർക്ക്. വിവരമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അതൊക്കെ അഫു ചെയ്യപ്പെടേണ്ടതാണ്. കാരണം എന്താ? ഖുറായിങ്ങളിൽപ്പെട്ട തന്നെ ഇമാം ഒസി എന്ന് പറയുന്ന മഹാനായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ ലാമിന്റെയും റായിന്റെയും സമീപത്ത് വരുന്ന സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്തും ചെയ്യാതെയും ഓതാം എന്നൊരു അഭിപ്രായം ഇമാം ഒസിക്കുണ്ട്. അപ്പം തജ്വീദിന്റെ ഇമാമിയങ്ങളിൽ തന്നെ മുഅ്തമദല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു അഭിപ്രായം ഉള്ളത് കാരണം അവിടെ ഇദ്ഗാം ഇല്ലാതെ ഒരു ആമി, ഒരു സാധാരണക്കാരൻ അങ്ങനെ പറഞ്ഞാൽ ബാത്തിലാവൂല. എന്നാൽ അറിയുന്ന ആള് പറഞ്ഞാൽ എന്തായാലും ബാത്തിലാവും. ഇനി എന്താ പറ്റൂ? ജായിസാണ് ഫി നബി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു
എന്ന് പറഞ്ഞിടത്ത് അൽ ഹംസത്തു യാഇന് പകരം ഹംസ ഉച്ചരിക്ക. അപ്പൊ അയ്യുഹൻ നബിയു എന്ന്. ഒത്തഷ്ദീദു യാഇന് ശദ്ദ ചെയ്തിട്ട് നബിയു രണ്ടും പറയാം. നബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നിട്ടും വാർത്ത ലഭിക്കുന്ന വ്യക്തി എന്നർത്ഥം വരും. നബി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വഹി ലഭിക്കുന്ന ആള് തന്നെയാണല്ലോ. അപ്പൊ നബി എന്നും നബി എന്നും രണ്ടും സഹീഹാണ്. അവിടെ കുഴപ്പമില്ല, രണ്ടേൾക്കും പറയാം. ബാക്കി ഇദ്ഗാം ചെയ്യാതെ നൂനിനെ വെളിവാക്കി പറഞ്ഞാൽ, ലാമിലേക്ക് ഇദ്ഗാം ചെയ്യാതെ പറഞ്ഞാലും, അതുപോലെ തന്നെ മീമിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യാതെ പറഞ്ഞാലും, അറിയുന്ന ആളുകളാണെങ്കിൽ മനഃപൂർവമാണെങ്കിൽ അത് ബാത്തിലാകാൻ വരെ കാരണമാകും. അപ്പൊ ഹർഫുകള്, ഷദ്ദുകള് എന്നിവ, മുവാലാത്ത് എന്നിവ സൂക്ഷിച്ചോതൽ നിർബന്ധമാണ്. അർത്ഥം മാറുന്ന രീതിയിലാണെങ്കിൽ തർത്തീബിനെയും പാലിക്കണം. അർത്ഥം മാറാത്ത രീതിയിൽ തർത്തീബിന് വ്യത്യാസം വന്നതുകൊണ്ട് കുഴപ്പമില്ല. ആട്ടെ, കുറച്ച് നീണ്ടുപോയി, എന്നാലും വേണ്ടിയില്ല, ഇന്നലെ ഓതിയിട്ടുമില്ലല്ലോ. ഇനി സ്വലാത്ത് മുതൽക്ക് ബാക്കി ഫർദുകളാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ ഓതാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ അത്യാവശ്യപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സമയമാണ്. ആ കെട്ടിട്ട കയറൊക്കെ ഒന്ന് കഴിച്ചിട്ട് കൊടുക്ക്. അങ്ങനെ ഇനി കുറച്ച് ആളുകൾക്ക് സമയം കുറവായിരിക്കും. നമുക്ക് ഖത്മ് ദുആ ചെയ്യാനുണ്ട്. മിനിയാന്ന് ദുആ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ മിനിയാന്ന് സമയം ലഭിക്കാത്തത് കൊണ്ട് ഇന്നലെ ആവാം എന്ന് കരുതിയതാണ്. പക്ഷെ ഇന്നലെ ലൈവ് കാരണം ദർസ് നടന്നില്ല. അപ്പൊ ആ ദുആ കൂടി ഇന്ന് ചെയ്യണം എന്ന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചു നേരത്തെ നിർത്തും. 3:30 അല്ലെങ്കിൽ ഒരു 3:35 നിർത്തിയെങ്കിലേ ഖത്മ് ദുആ ചെയ്യാൻ സമയം കിട്ടുള്ളൂ എന്ന് ഉണർത്തി ചോദിക്കാനുള്ള ആളുകളൊക്കെ പെട്ടെന്ന് മൈക്കിൽ വന്ന് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ.